ചിന്തയിലായിരിക്കാം. നമ്മളെല്ലാവരെയും അനുനിക്കട്ടെ. സ്തോത്ര. പ്രിയ മകനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കടന്നു വന്ന എല്ലാ ശ്രേഷ്ഠ ദൈവജനത്തിനും ധന്യനായ യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെയും ഇന്ന് രാത്രി സമയം അത്യുന്നത ദൈവം ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ജീസസ് സിസ്റ്റേയും കുടുംബത്തെയും കർത്താവ് ഉപയോഗിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ആമേൻ. സ്തോത്രം. ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ മറ്റൊന്നിലുമല്ല. ഹല്ലേലൂയ. പ്രയാസത്തിൽ കൂടി കടന്നു പോവാണ്, അതിനകത്തൊന്നുമല്ല കാര്യം. സ്തോത്രം. കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, യേശു കർത്താവിന് വേണ്ടി ഹല്ലേലൂയ നിൽക്കുന്നത് കാണുമ്പോൾ സ്തോത്രം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് സഹോദരിമാരുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ആ പാദപീഠത്തിങ്കലേക്ക് അടുത്ത് ചെല്ലാം. ഇന്ന് രാത്രി സമയം എന്റെ പക്കൽ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് ആമേൻ. സ്തോത്രം. ആമേൻ. ഒന്നിനും കൊള്ളില്ല. ഹല്ലേലൂയ. എന്നാൽ ആമേൻ. സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുൻപേ സ്തോത്രം പിതാവാം ദൈവം നമ്മളെ ഹല്ലേലൂയ കണ്ടു. സ്തോത്രം. ലോക സൃഷ്ടിക്ക് മുമ്പേ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ആ തിരഞ്ഞെടുപ്പിന്റെ ഫലമായിട്ട് ഇന്ന് രാത്രി സമയം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ അത്യുന്നത ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം എല്ലാ സഹോദരിമാരും ഒക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരിക്കണമേ. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുപ്പച്ചാ ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആമേൻ. സ്തോത്രം. പ്രസംഗത്തിന്റെ തഴക്കം കൊണ്ടിരുന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾക്കൊന്നും ലഭിക്കത്തില്ല, എനിക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ടാകും. ആമേൻ. അതല്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കഴിവ് കൊണ്ട് പ്രസംഗിച്ചാൽ ആമേൻ ഈ ശുശ്രൂഷ വെറും വ്യർത്ഥമാ. എന്നാൽ ഹല്ലേലൂയ കൃപയല്ലാതെ അതിനരകതിൽ കമ്പന ഇതിനകത്ത് ഒന്നും ഉയരാതിരിക്കേണ്ടതിന് ജഡം ഉയരണ്ട, ചിന്തകൾ ഉയരണ്ട, മാനുഷിക സങ്കല്പങ്ങൾ ഉയരണ്ട, വിധിക്കണ്ട. വേണേ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവേ, ഈ ഒരു സഹോദരി വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു, ഇത് യഥാർത്ഥ ദൈവത്തിൽ നിന്നാണോ? ഇതെനിക്ക് ഏറ്റെടുക്കാവുന്നതാണോ? ഇത് രാത്രി സമയം ആമേൻ എന്റെ ശരീരത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ എന്റെ ഹൃദയത്തിനകത്ത് ഒരു കത്തൽ ഉണ്ടാക്കി തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് യേശു കർത്താവ് നടന്ന് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി സമയം ആത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ വന്നിരുന്ന് 1 മണിക്കൂർ ഇരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും വളരെ പ്രയോജനകരമാകണം. കാരണം അടുത്ത നിമിഷം എന്നുള്ളത് എനിക്കുള്ളതല്ല, അടുത്ത കാലയളവെന്നുള്ളത് എനിക്കുള്ളതല്ല. ആമേൻ. സ്തോത്രം. അടുത്ത ദിവസം ഉൾപ്പിച്ച് കിട്ടുമോ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ വിളിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്കൊന്ന് പറയാൻ കഴിയണം, ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ ഉയർത്തുന്നത് ആമേൻ. സ്തോത്ര. എന്റെ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, പിന്നെയോ ആത്മാവിന്റെയോ ശക്തിയുടെയോ പ്രദർശനത്താൽ ആത്മാവിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കണം. ദൈവജനം വിടുവിക്കപ്പെടണം, ചങ്ങലകൾ പൊട്ടണം. ആമേൻ. ചിന്തകൾ ഇടിയപ്പെടണം. അതിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി സമയം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ആണ്. എങ്കിലും ആമേ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ നടുവിൽ ആമേ ഞാൻ സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ആലോചന. പക്ഷെ അതിനു മുൻപ് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ആമേ സ്തോത്ര ചില വാക്കുകൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചിട്ട് ആമേ സ്തോത്ര ഞാൻ വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്നറിയില്ല, ഈ സമയങ്ങളിൽ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന് ആമേൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ ഹല്ലേലൂയ വിറയലോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ കഴിഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് ആമേ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിനകത്ത് താഴോട്ട് പറയുന്നു, ഞാൻ ബലഹീനതയോടെ ഭയത്തോടെ സ്തോത്രം വളരെ വിറയലോടും കൂടെ ഞാൻ നിങ്ങളുടെ നടുവിലായിരിക്കുന്നു. സ്തോത്രം. അത് മാത്രമാണ് എന്റെ ഹല്ലേലൂയ എന്റെ കയ്യിലുള്ള ആയുധം. സ്തോത്രം. അടുത്തത് വായിക്കുന്നു, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല. ഇതൊക്കെ ഇന്ന് ഹൃദയത്തിൽ പതിയണമേ. ആമേൻ. സ്തോത്രം. പിന്നെയോ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനത്തിലല്ല. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ ശക്തിയിൽ ആധാരമായിരിക്കേണ്ടതിന് തന്നെ. ആമേൻ. ഇതിനകത്ത് കൂടിയിരിക്കുന്ന സ്തോത്രം ശ്രേഷ്ഠ ദൈവജനമേ,
നിങ്ങളുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനത്തിലല്ല, മനുഷ്യരുടെ ജ്ഞാനത്തിലല്ല. മനുഷ്യരുടെ ജ്ഞാനത്തിനനുസരിച്ച് നമ്മൾ ചിന്തിച്ചാൽ, പ്രവർത്തിച്ചാൽ, ഹല്ലേലൂയ, പലതും നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം പോകും. നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. നമ്മൾ പരാജയപ്പെട്ടു പോകും. സ്തോത്രം. ഞങ്ങളെയൊക്കെ സെമിനാരിയിൽ പഠിപ്പിച്ച, സ്തോത്രം, ഞങ്ങളൊക്കെ വളരെ ഹീറോസായി കണ്ട പല ദൈവദാസന്മാരും, അമേൻ, അമേൻ, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പോയി പലരും, അമേൻ, മെന്റൽ പേഷ്യന്റുകളായിട്ട് മാറിയ കഥ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പിൽക്കാലത്ത് ദൈവകൃപയിൽ പോലും ഇല്ലാത്തത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കേൾപ്പിച്ചായൻ, സ്തോത്രം, ഹല്ലേലൂയ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നമ്മുടെ വിശ്വാസത്തിന്റെയൊക്കെ, അല്ലെ, ഏത്, ആമേൻ, സ്തോത്രം, ആമേൻ, നമ്മൾ അതിരാവിലെ കേട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷേ, സ്തോത്രം, അദ്ദേഹം തിരിഞ്ഞ് വീണ്ടും പഴയതിലേക്കൊക്കെ പോയപ്പോൾ, ഹല്ലേലൂയ, വിശ്വാസത്തിന് വേണ്ടി ഞങ്ങളുടെ മേൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാ. അധുന രകൽ ഘടകമന കാലങ്ങൾക്ക് ഇപ്പുറവോ, ആമേൻ, ആമേൻ, വെല്ലുവിളികൾക്കകത്തും കഷ്ടതയ്ക്കകത്തും നിരാശയ്ക്കകത്തും പട്ടിണിക്കകത്തും വൈദവ്യത്തിനകത്തും ഈ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് ഞങ്ങളായിരിക്കുന്നത് ഞങ്ങളുടെ കഴിവല്ല പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ മിടുക്കല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനത്തിന്, ആമേൻ, അടിത്തറയിലായിരുന്നെങ്കിൽ എന്നേ ഞാനൊക്കെ, ഹല്ലേലൂയ, ആമേൻ, കൈവിടപ്പെട്ടു പോയേനെ. എന്നാൽ എനിക്ക് പറയാൻ കഴിയും, 1995 മുതൽ ഇന്ന് വരെയോ, ഈ രാത്രി സമയം വരെയോ, ആമേൻ, ഇന്ന്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, രണ്ടാമത്തെ മീറ്റിംഗിലാണ് ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നത്. ഇന്ന് 17 വയസ്സുള്ള ഒരു ക്യാൻസർ, ആമേൻ, 17 വയസ്സ് ഉള്ള കുഞ്ഞ്, ആമേൻ, +2 അവൻ കയറിയതേ ഉള്ളൂ. ഹല്ലേലൂയ, ക്യാൻസർ ബാധിതനായി, ഹല്ലേലൂയ, ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഞാൻ അവിടെ കടന്നുപോയി, ആമേൻ, ആ കുഞ്ഞിനെ കണ്ട് ഹൃദയം തകർന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോയി, ഹല്ലേലൂയ, 5-6 പേരെ ഉള്ളെങ്കിലും എന്നെ ഏൽപ്പിച്ചത്, ആമേൻ, അവരുടെ നടുവിൽ ആ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ഇടയായി തീർന്നു. എന്നിട്ടാണ്, ഹല്ലേലൂയ, ഈ രാത്രി സമയം ഞാൻ നിങ്ങളുടെ നടുവിൽ വന്ന് ഈ വചനം പ്രസംഗിക്കുന്നത്. ആമേൻ, ഞാൻ ഒന്നുകൂടെ പറയാം, ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ, വശീകരണതയുടെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ എന്നേ, ആമേൻ, കുഴിക്കകത്ത് ഒടുങ്ങുമായിരുന്നു. എന്നാൽ രികമനഗതിന, ആമേൻ, ആമേൻ, എന്റെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ്, അസികനഗത്തുന, എന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. അതുപോലെ രകൽ ഘടകമന, ആമേൻ, ഇവിടെങ്ങും ഒതുങ്ങാനല്ല, എന്റെ മേൽ, ആമേൻ, ദൈവിക തിരഞ്ഞെടുപ്പ് പൂർണ്ണമാകുന്നത് വരെ, എന്നെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തത പൂർണ്ണമാകുന്നത് വരെ, അതിന്റെ രകൽ ഘടകമന, ആമേൻ, ഞാൻ ഓടുവാനുള്ളതാ. ആമേൻ, അതിന്റെ രഗതിൽ കമന ഹസ്തീരികന. ഇന്ന് രാത്രി സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ ആയതുകൊണ്ട് ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ വാഞ്ചിക്കണ്ട. സ്തോത്രം. സ്വർഗീയമായതിനെ, അധികം നല്ലതിനെ കാക്ഷിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. സ്തോത്രം. ഞാനിത് പറയുമ്പോ ഉണ്ടല്ലോ, സ്തോത്രം, ഞാനേ, ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ ജ്ഞാനവും ദിവ്യത്വമായ ലക്ഷണങ്ങള്, സ്തോത്രം, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തെ സൃഷ്ടിക്കും. ഞാൻ കഴിഞ്ഞിടയ്ക്ക്, ഹല്ലേലൂയ, ഷാർജ ഷാരോണ്ട്, സ്തോത്രം, എല്ലാ സെക്ഷന്റെ ഒരു മീറ്റിങ്ങിന് ദൈവവചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എനിക്ക് ഈ വചനമാണ് തന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ബുദ്ധി കൊണ്ടും പ്രസംഗിക്കാൻ അറിയാം, സ്തോത്രം, ആത്മാവിലും പ്രസംഗിക്കാൻ അറിയാം, സ്തോത്രം. ഇന്ന് ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആത്മാവിൽ ശുശ്രൂഷിപ്പാനാ. കാരണം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ സ്വാധീനിക്കുന്ന 4 പ്രമാണങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. ആത്മാവിന്റെ പ്രമാണം, ബുദ്ധിയുടെ പ്രമാണം, ജഡത്തിന്റെ പ്രമാണം, മരണത്തിന്റെ പാപത്തിന്റെ പ്രമാണം. സ്തോത്രം. ഇതെല്ലാം നമ്മളെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ആത്മാവ് ഒന്ന് പറയും, ജഡം ഒന്ന് പറയും. ആമേൻ, സ്തോത്രം. ഇങ്ങനെ പ്രമാണങ്ങൾ എവിടെയാ മത്സരം? മൊത്തം നമ്മുടെ മനസ്സിനകത്താ. എന്നാൽ അതിനെ അതിജീവിക്കണമെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തിയോടെ നമ്മുടെ ജഡത്തെ, ആമേൻ, സ്തോത്ര, അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിപ്പാൻ കഴിയണം. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കുവാനും കഴിയണം. എന്നിൽ നിന്ന് ഉയരുന്നത് എന്താണെന്ന്, ബുദ്ധിയുടേതാണോ, ജ്ഞാനത്തിൻ്റെതാണോ, ഹല്ലേലൂയ, അല്ല ആത്മാവിൻ്റെതാണോ എന്നൊന്ന് തിരിച്ചറിവ് പ്രാപിപ്പാനും നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. അപ്പോഴ് ഞാൻ അന്ന് ദൈവവചനം സംസാരിച്ചപ്പോ കുറെ ഗ്രീക്കും അതും ഇതുമെല്ലാം ഞാൻ വലിയ കാര്യത്തിൽ ഇരുന്ന് പഠിച്ചു. സ്തോത്രം. ഏറ്റവും ആത്യന്തികമായിട്ട് ഞാൻ അവിടെ ചെന്ന് ശുശ്രൂഷിച്ചു. പക്ഷെ എനിക്ക് എല്ലാ പ്രാവശ്യവും ശുശ്രൂഷ ചെയ്യുന്നത് പോലെ എന്റെ ശുശ്രൂഷ അന്ന് വിജയിച്ചില്ല. ഹല്ലേലൂയ. കാരണം, ആമേൻ, സ്തോത്രം, ഞാൻ ഇച്ചിരി ബുദ്ധിയുടെ പ്രമാണത്തിലേക്ക് കയറി ഒരുപാട് പുസ്തകങ്ങൾ എടുത്ത് അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം വായിച്ചു. ആമേൻ, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും, ഹല്ലേലൂയ, ആമേൻ, മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചു. അതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോയിന്റ് എന്ന് വെച്ചാൽ, ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ട് റാണിയുടെ രൂപമാണോ ദൈവത്തിന്റെ രൂപം?
ഹല്ലേലൂയ. അല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒരു മൂർത്തിഭാവമില്ല. സ്തോത്രം. നമ്മൾ ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെക്കുന്നത് പോലെ ഒരു വിഗ്രഹത്തിനകത്തോ കാണപ്പെടുന്നതിനകത്തോ ഒന്നും ഒതുക്കി വെക്കാൻ പറ്റത്തില്ല അത്യുന്നത ദൈവത്തെ. പിന്നെയോ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങൾ ദൈവം നമ്മളിൽ പകർന്നു വന്നു. അതെന്തോന്നറിയാമോ? ഇച്ഛാശക്തി, ദൈവത്തിന്റെ ഇച്ഛാശക്തി, ദൈവത്തിന്റെ മനഃശക്തി, ദൈവിക വിവേകം. ആമേൻ. ഹല്ലേലൂയ. എന്തൊക്കെയാ? ദൈവത്തിന്റെ ഇച്ഛാശക്തി, മനഃശക്തി, വിവേകം. ഈ ദിവ്യ സ്വഭാവങ്ങളാണ് മനുഷ്യരുടെ മേലേക്ക് ദൈവം ഇട്ട് ഹല്ലേലൂയ സൃഷ്ടിച്ചിരിക്കുന്നത്. ആമേൻ. ഞാൻ അത് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുകയാ. കാരണം കടൽ പോലെ കിടക്കുക ദൈവത്തിന്റെ വചനം. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ഒഴുകാനായിട്ട് ഇഷ്ടംപോലെ എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. സ്തോത്രം. കെട്ടിക്കിടക്കുന്നത് പോലെ ദൈവവചനം കെട്ടിക്കിടപ്പുണ്ട്. കാരണമെന്ന് വെച്ചാൽ ഹല്ലേലൂയ, അതുപോലെ പലപ്പോഴും സ്തോത്രം ജീവിതത്തിന്റെ കഷ്ടതയ്ക്കകത്തൂടെ ശൂന്യതയ്ക്കകത്തൂടെ കടന്നുപോയപ്പോൾ എന്നെ നിലനിർത്തിയത് ഈ ദൈവത്തിന്റെ വചനമാ. ഈ ദൈവത്തിന്റെ വചനം എനിക്ക് രാവും പകലും ആഹാരമായി തീർന്നത് കൊണ്ട് ഇന്ന് രാത്രി സമയം ഞാൻ വളരെ നിശ്ചയത്തോടെയാ, വളരെ ആത്മഭാരത്തോടെയാ നിങ്ങളുടെ നടുവിലായിരിക്കുന്നത്. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കർത്താവേ, തിരുവചനത്തിന്റെ ശക്തിയും സത്യവും മനസ്സിലാക്കി ഇന്ന് രാത്രി സമയം ഹല്ലേലൂയ ദൈവജനം വിടുവിക്കപ്പെടണം. അതിനുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസം ഹല്ലേലൂയ മനുഷ്യരുടെ ജ്ഞാനത്തിലല്ല, ദൈവത്തിന്റെ ശക്തിയിൽ ആധാരമായിരിക്കണം. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾക്ക് നേരെ നമ്മുടെ ദേവദാസന്മാരൊന്ന് ദേഷിച്ചാൽ, മൂക്ക് വീർപ്പിച്ചാൽ, സ്തോത്രം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് നേരെ ഒന്ന് തിരിഞ്ഞു നടന്നാൽ, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. സ്തോത്രം. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അനുഭവിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് ആ സമയത്തും നമ്മളെ നിലനിർത്തുന്നത് ആമേൻ സ്തോത്രം ദൈവിക ഹല്ലേലൂയ ശക്തി. ഇന്ന് രാത്രി സമയം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടേണ്ടതും ഈ ദൈവിക ശക്തിയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു വരുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അടുത്തത്, ഞങ്ങൾ ജ്ഞാനികളുടെ ഇടയിൽ അല്ലെങ്കിൽ പക്വതയുള്ളവരുടെ ഇടയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെയോ നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെയോ ജ്ഞാനമല്ല. സ്തോത്രം. പിന്നെയോ ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടെ എനിക്ക് നിർത്തിയേ പറ്റൂ. പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ എന്നെ ഇങ്ങനെ ആമേ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പിടിച്ചു ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ദൈവം ലോക സൃഷ്ടിക്കും മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തേജസ് ആരിൽ നിന്ന് വരുന്നതാ? ക്രിസ്തുവിൽ നിന്ന് വരുന്നത്. നമ്മുടെ തേജസ് ക്രിസ്തുവിൽ നിന്നാണ്. ഹല്ലേലൂയ. മുൻ നിയമിക്കപ്പെട്ടതാണ്. സ്തോത്രം. അത് മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ദൈവത്തിന്റെ ജ്ഞാനം എന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാ? ക്രിസ്തുവേശുവിനെ കുറിച്ചാ. സ്തോത്രം. ഇത് മറഞ്ഞു കിടന്നതാ. അടുത്ത വാക്യം വായിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ആമേൻ. ഇന്ന് രാത്രി സമയം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിനകത്തും ഈ ക്രിസ്തുവിനെ വിട്ട് നമ്മൾ പിന്മാറി പോകരുത്. ആമേൻ. യേശുവിന്റെ സാന്നിധ്യം വിട്ട് നമ്മൾ അകന്നു പോകരുത്. കാരണം സ്തോത്രം, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അറിയാൻ കഴിയാതിരുന്നത്, സ്തോത്രം, ഈ ലോകത്തിന്റെ ജ്ഞാനികൾക്ക് താർക്കികന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത്, യാതൊരു വിധത്തിലും പ്രശംസിപ്പാൻ വകയില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതുകൊണ്ട് ഇന്ന് രാത്രി സമയം യേശുക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയും ആമേൻ അതിനുവേണ്ടി വാഞ്ചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഈ ആമേൻ സ്തോത്രം, ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ദൈവാത്മാവിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഞാൻ നിങ്ങളോട് ശുശ്രൂഷിക്കാൻ വളരെ ആഗ്രഹിക്കുന്ന
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളോട് ദൂത് പറയുവാൻ, വ്യക്തിപരമായ ദൂത് പറയാനാണെങ്കിലും സ്തോത്രം, ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സാക്ഷ്യമൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇനി ദൈവം അതിനോട് ചേർന്ന് എന്തെങ്കിലും തരുവാണെങ്കിൽ ഞാൻ പറയാം. സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം, സ്തോത്രം, അതിന്റെ ഹല്ലേലൂയ 19-20 വാക്യം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-20. മുൻപുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. ആമേൻ. കരങ്ങളെ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തോട്ട് പറഞ്ഞാട്ടെ, യേശുപ്പച്ച, ഞങ്ങളെ ഈ വചനത്തിനകത്തേക്ക് ഒന്ന് ഇറക്കണം. സ്തോത്രം, ഹല്ലേലൂയ. മറഞ്ഞു കിടക്കുന്ന ദൈവിക ജ്ഞാനത്തിന്റെ മർമ്മം എന്ന് ഗ്രഹിച്ച് അന്ത്യം വരെ വിശ്വസ്തയോടെ ഈ പെട്ടകം ചുമക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. സ്തോത്രം, ഉണ്ടാക്കും. ആർക്ക് വേണ്ടിയാ? ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിക്കുവാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ എബ്രായ പ്രവാചകന്മാരിൽ അഗ്രഗണ്യൻ. ഹല്ലേലൂയ. യെശയ്യാഹു എന്ന എബ്രായ പേരിൽ ഹല്ലേലൂയ അറിയപ്പെടുന്ന യഹോവ രക്ഷ എന്നർത്ഥം വരുന്ന പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രഭു. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ സുവിശേഷകൻ, പ്രവാചകന്മാർക്കിടയിലെ കഴുകൻ എന്നിങ്ങനെ അപരനാമമുള്ള യെശയ്യാ പ്രവാചകൻ. ആമേൻ. ആരാണ്? പ്രവാചകന്മാർക്കിടയിലെ സ്തോത്രം, കഴുകൻ. എന്താ കഴുകന്റെ സവിശേഷത? ഉയർന്നു പറന്നിട്ട് ഭൂമിക്കകത്ത് നടക്കുന്ന പല കാര്യങ്ങളും വളരെ ഹല്ലേലൂയ തെളിമയോടെ പിടിച്ചെടുക്കുന്നത് കൊണ്ടാ പ്രവാചകന്മാർക്കിടയിലെ കഴുകൻ എന്നിങ്ങനെയുള്ള വിശേഷത യെശയ്യാ പ്രവാചകന് നൽകിയിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പിതാവ് ആമോസ്, ഹല്ലേലൂയ, ഇച്ചിരി അറിയപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ 13 പ്രാവശ്യം ആമോസിനെ കുറിച്ച് വചനത്തിനകത്ത് പറഞ്ഞു വരുന്നുണ്ട്. ഹല്ലേലൂയ. യഹൂദ രാജാവായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നീ 4 രാജാക്കന്മാരുടെ വാഴ്ചക്കാലത്താണ് യെശയ്യാവ് പ്രവചിച്ചത്. ഹല്ലേലൂയ. ശക്തനായ പ്രവാചകനായിട്ട് അദ്ദേഹത്തിന്റെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അദ്ദേഹത്തിന്റെ ലാംഗ്വേജ്. നമുക്കെല്ലാവർക്കും ഈ സ്തോത്രം ലിറ്ററേച്ചർ വളരെ ഇഷ്ടമുള്ളവരാണല്ലോ, സാഹിത്യം എഴുതുക. സ്തോത്രം. സാഹിത്യത്തിനകത്ത് വളരെ അഗ്രഗണ്യനായ ആലങ്കാരിക ഭാഷാ പ്രയോഗങ്ങളുമായിട്ട് സ്തോത്രം എത്രയോ ശ്രേഷ്ഠമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഹല്ലേലൂയ നമ്മൾക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനുമായിട്ട് ഉള്ളത്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യയുടെ കൽപ്പന പ്രകാരം സ്തോത്രം പ്രവാചകൻ ഈർച്ചവാളിനാൽ അറുത്ത് കൊല്ലപ്പെട്ടു എന്നാണ് യെശയ്യാ പ്രവാചകന്റെ ചരിത്രത്തെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ ജീവിത ചരിത്രത്തെ കുറിച്ച് പറയുന്നത്. അപ്പോഴും സ്തോത്ര കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഹല്ലേലൂയ പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. അവസാനം എന്താ ലഭിക്കുന്നത്? ഈർച്ചവാളാൽ അറുക്കപ്പെട്ട പ്രവാചകൻ. ഇന്ന് രാത്രി സമയം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ട്, എന്റെ മേലൊരു നിയോഗമുണ്ട്, എന്റെ മേലൊരു വിളിയുണ്ട്. ചില്ലറ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. നിന്റെ മേലൊരു നിയോഗമുണ്ടെങ്കിൽ, നിന്റെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മള് ഹല്ലേലൂയ ജീവിതത്തിന്റെ കഠിനതകൾക്കും വ്യത്യാസം വരും. കഠിനതകളിൽ കൂടെ കടന്നും പോകേണ്ടി വരും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകത്തിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് വീണ്ടെടുപ്പാണ്. വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അടിമ നുഖത്തിൽ നിന്നും വീഴ്ചകളിൽ നിന്നും പ്രവാസത്തിൽ നിന്നും ഒക്കെയുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. സ്തോത്രം. അടുത്തതായിട്ട് ദൈവത്തിന്റെ മഹത്വം, ഗ്ലോറി ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്
പറയുന്ന ഒറ്റ വിഷയം എടുത്ത് ഇന്ന് രാത്രി പ്രസംഗിക്കാനിരുന്നാൽ തീരത്തില്ല. അതുകൊണ്ട് ഞാൻ തൊട്ടങ്ങ് പോവുകയാ. ദൈവത്തിന്റെ മഹത്വം. ആമേ സ്തോത്രം. ഇച്ചിരി മുന്നേ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി ഹല്ലേലൂയ മുൻ നിയമിച്ചത്. ഹല്ലേലൂയ. എന്താ? ആമേ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ആമേ സ്തോത്രം നമ്മളെ എങ്ങനെ മറച്ചിരിക്കുകയാ. ആമേ തേജസ് കൊണ്ട് നമ്മളെ മറച്ചിരിക്കുക. ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു ദൂതൂടെ പറയട്ടെ. അധർമ്മത്തിന്റെ മൂർത്തി ശക്തിയോടെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ രകൽക്കമന തടുക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ പ്രിയ ദൈവവൈതലേ, നീയും കുടുംബവും നിന്റെ തലമുറകളോ ദൈവത്തിന്റെ തേജസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. അതിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് പോരാട്ടമുള്ള ജഡ രക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനകളോടും സ്വർലോകത്തിന്റെ അന്ധകാര ആധിപത്യങ്ങളോടും ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ തലമുറയുടെ നടുവിൽ അധർമ്മ മൂർത്തി വളരെ വർദ്ധിച്ചു പെരുകുമ്പോൾ തേജസ് കൊണ്ട് മറയപ്പെട്ട തേജസ്സിന്റെ ആവരണം ധരിച്ചാൽ ഹല്ലേലൂയ നിന്നോട് നേരെ ഒരു ശക്തിയും അടുത്ത് വരികയില്ല, ഒരു പൈശാചികനും നിന്റെ നേരെ അടുത്ത് വരികയില്ല. ഹല്ലേലൂയ. അതിന്റെ രകൽ ഘടകമന എന്ന് വെച്ചാൽ രക്ഷാവസ്ത്രം നിന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ഞങ്ങൾ ഗോവയിൽ കർത്തൃവേലയിലായിരുന്ന സമയം, സ്തോത്രം ഹല്ലേലൂയ ആമേൻ, സ്തോത്രം ആമേൻ, എന്റെ ഹസ്ബൻഡ് മർത്തോമേൽ ഒരു അച്ഛനാകാൻ പോയെടുത്തുനിന്ന് വിശ്വാസത്തിലേക്ക് വന്നു. അദ്ദേഹം BTH കഴിഞ്ഞപ്പോൾ ഗോവ ഷാരോൺ ചർച്ചിന്റെ പൈനിയർ ആമേൻ മിനിസ്ട്രി ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ഗോവയിലേക്ക് അയച്ചു. സ്തോത്രം ആമേൻ. ആ കാലഘട്ടത്തിലാണ് ഞാനും എന്റെ ദൈവവചന പഠനത്തിന് ശേഷം വിവാഹം കഴിഞ്ഞു. അച്ഛൻ അന്ന് ഗോവയിലെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷകനായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങൾ ഇങ്ങനെ അവിടെ ചെന്ന് വാസ്കോയിൽ താമസിച്ചു. ബിർള എന്ന് പറയുന്ന ഒരു ചേരി പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി തീർന്നു. ബിർള എന്ന് പറഞ്ഞ ഒരു ചേരി പ്രദേശം. സ്തോത്രം. 2001 ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, ടോയ്ലറ്റ് ഇല്ല. ബിർള ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഓരോ റൂമുകളായിട്ട് ഇങ്ങനെ പണിഞ്ഞു കൊടുത്തിരിക്കുന്ന ഒത്തിരി വീടുകളാണ്. സ്തോത്രം. അതൊരു കുന്നിന്റെ താഴ്വാരത്തിലാണ്. സ്തോത്രം. അപ്പോഴ് ഹല്ലേലൂയ ആമേൻ, തമിഴര്, തെലുങ്കര്, കന്നഡക്കാര്, മലയാളികള്, ഹിന്ദിക്കാര്, ഇങ്ങനെ എല്ലാവരും ഇടകലർന്ന് താമസിക്കുന്ന ഒരു സ്ഥലം. സ്തോത്രം ഹല്ലേലൂയ. ഞാനിങ്ങനെ സാക്ഷിയൊക്കെ പറയാൻ കയറി വരുമ്പോഴും ഉണ്ടല്ലോ, ഈ വചനം എങ്ങനെ പറഞ്ഞു തീർക്കും എന്നുള്ള ഒരു ആവലാണ് എൻ്റെ മനസ്സിൽ. അതിനോട് എനിക്ക് നീതി പുലർത്താൻ കഴിയണമേ എന്നൊരു പ്രാർത്ഥനയോട് കൂടെ ഞാൻ നിങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുന്നത്. സ്തോത്രം. എങ്കിലും ഇത് പറഞ്ഞ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോയില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നത് മൊത്തം എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ദൈവം എന്നെ പഠിപ്പിച്ചതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ്. സ്തോത്രം. അങ്ങനെ ആ ഒറ്റ റൂമേ കാണത്തോളെങ്കിലും ഒരു വീട്ടിനകത്ത് കുറഞ്ഞത് 20 കുട്ടികളെങ്കിലും കാണും. 2001 കാര്യം ഞാൻ പറയുന്നത്. സ്തോത്രം. ഈ മലമുകളിൽ നിന്ന് താഴ്വാരമായതുകൊണ്ട് അവിടെ സ്തോത്രം ഇങ്ങനെ അഴുക്ക് വെള്ളം ഇങ്ങനെ കറുകറാന്നൊഴുകിയുന്ന വെള്ളം. പിന്നെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അങ്ങനെയുള്ള വെള്ളം ഒന്നും കണ്ടിട്ടില്ല. അതിനകത്ത് ധാരാളം പന്നികൾ ഇങ്ങനെ കുത്തി മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. സ്തോത്രം ഹല്ലേലൂയ. നേരത്തെ ഞാൻ പറഞ്ഞ അവിടെ ടോയ്ലറ്റുകൾ ഇല്ല. സ്തോത്രം. അപ്പൊ ഓർക്കണം, ഒരു വീട്ടിൽ 20 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ സ്തോത്ര ഭൂപ്രദേശത്തിന്റെ അളവ് നിങ്ങൾ തന്നെ ചിന്തിച്ചോ. ഞാൻ ഈ ബസ്സിനകത്ത് നിന്ന് ഇറങ്ങി ചാടി ഹല്ലേലൂയ ഛർദിച്ച് കുഴഞ്ഞ് ഹല്ലേലൂയ ഒരു പരുവായിട്ടാണ് ഞാനില്ല വീട്ടിലോട്ട് ചെല്ലാൻ പോകുന്നത്. എന്നാൽ ആ വീട്ടിലോട്ട് കയറണമെങ്കിൽ ഈ കറുത്ത അഴുക്ക് ചാല് നീന്തി കയറണം. സ്തോത്രം ഹല്ലേലൂയ ആമേൻ. ആകപ്പാട് ദേഹം മൊത്തം കറുത്ത് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഛർദിച്ച് കുഴഞ്ഞ് ഒരു പരുവമായിട്ടാണ് ആ വീട്ടിനകത്തോട്ട് ചെന്ന് കയറുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത്. ഹല്ലേലൂയ. ഞാൻ ആദ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്തോത്രം ഒരു മോനുണ്ട്, 10 വയസ്സുണ്ട്. അവൻ ഓട്ടിസം ബാധിതനാ. സ്തോത്രം ആമേൻ ഹല്ലേലൂയ. ആ ഒരു ആമേൻ സ്തോത്രം റൂമിനകത്ത് ഒരു കർട്ടൻ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടിട്ട് ഇപ്പുറത്ത് ആരാധന, ഒരു ആമേൻ സ്തോത്രം മണ്ണെണ്ണ സ്റ്റൗ വെച്ചിരിക്കുന്ന പോർഷൻ മാത്രമാണ് അവിടുത്തെ കിച്ചൺ. ഞാൻ നോക്കിയപ്പോൾ ഈ മണ്ണെണ്ണ സ്റ്റൗവിനോട് ചേർന്ന് ഒരു 4-5 കട്ട അടുക്കി വെച്ചിരിക്കുന്നു. അതാണ് ആ 10 വയസ്സുകാരന്റെ ടോയ്ലറ്റ്.
സ്തോത്രം. മണ്ണെണ്ണ സ്റ്റൗവിനോട് ചേർന്ന്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ നോക്കിയപ്പോൾ ആ കുഞ്ഞിനെ സ്തോത്രം നോക്കിയിട്ട് എന്റെ കണ്ണിങ്ങനെ തെള്ളി വരുക. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം, ഈ കുഞ്ഞിനെ മുഴുവൻ നമ്മുടെ മണിയനീച്ച എന്ന് പറയത്തില്ലേ, നല്ല കറുകറാന്നുള്ള ഈച്ച മുഴുവൻ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാ. സ്തോത്രം. ഞാൻ ഇങ്ങനെ ഭയത്തോടെ നോക്കുന്നത് കൊണ്ട് അവിടുത്തെ ആന്റി പെട്ടെന്ന് ഇങ്ങനെ കൈവച്ച് വീശിയപ്പോ അയ്യോ, ഭയാനകമായ സ്തോത്രം, ഈച്ചകളുടെ പറക്കല് ഞാൻ കാണുവാനിടയായി തീർന്നു. സ്തോത്രം. ആ കുഞ്ഞിന്റെ മുഖം മൊത്തം ഞൊരയും പതയുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന വളരെ മലിനമേറിയ അവസ്ഥ. എന്നാൽ കർത്താവിന്റെ പ്രവൃത്തി അവിടെ അസാധാരണമാം വിധം വെളിപ്പെടുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അവര് സ്തോത്രം ദൈവത്തിന് കൊടുക്കുന്നത് പോലെ ആഹാരം തരുന്നത്. സ്തോത്രം. ആ കൊടുക്കുന്ന തരുന്ന തൈര് മൊത്തം അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ട നല്ല മണിയനീച്ച എല്ലാം കയറിയിരുന്ന് നല്ല കറുകറാന്നുള്ള തൈര. സ്തോത്രം. ഇടയ്ക്ക് നമ്മുടെ കുറെ പൂച്ചകളുണ്ട്. ഈ പൂച്ചകളെല്ലാം വന്ന് നന്നായിട്ട് അതിനെ നക്കി കുടിക്കും. ആ ആന്റി ആണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കി ഹല്ലേലൂയ ഈ തൈര് ഇങ്ങോട്ട് എടുത്തു വെക്കും. നമ്മള് സ്ത്രീകളാണല്ലോ, ദേവദാസന്മാരെ പോലെ മുന്നിൽ ചെന്നിരിക്കാതെ ഇവരുടെ അടുത്തായിരിക്കും നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ നോക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നെന്ന പോലെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇത് നമുക്ക് വലിയ കാര്യത്തെ ഇവര് കഴിക്കാനായിട്ട് എടുത്തു തരും. സ്തോത്രം. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെക്കും, എന്റെ കുടല് വരെ ഇങ്ങനെ പുറത്തു വരും. സ്തോത്രം. എന്റെ അച്ഛൻ അവിടെ നിന്ന് നല്ല നുള്ള് തന്നിട്ട് നല്ല പഞ്ചാമൃതം കഴിക്കുന്നത് പോലെ അദ്ദേഹം അവിടെ നിന്ന് ആ ഫുഡ് വാരി കഴിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് ഛർദ്ദിക്കണമോ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഞാൻ അവിടെ കണ്ട വേറൊരു കാര്യം പറയാനാ ഞാൻ ഇത് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷയുടെ നാളുകൾ എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തന്ന ശ്രേഷ്ഠമേറിയ നാളുകളാ. എന്റെ കർത്താവിനെ ഉയർത്തുവാൻ ആ ജനത്തിന്റെ നടുവിലോ എന്നെ അയച്ചത് എനിക്ക് ഏറ്റവും സ്തോത്രം വിലയേറിയതാ, ശ്രേഷ്ഠമാ. ഒരിക്കലും ഞാനതിനെ ഹല്ലേലൂയ സ്തോത്രം ഇത് പറഞ്ഞത് നിമിത്തം നിങ്ങൾ വേറൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. അവര് ദൈവത്തിന് കൊടുക്കുന്നത് പോലെ ആഹാരം തരുന്നതെങ്കിലോ നമ്മൾ ജീവിച്ചു വളരുന്ന സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഹല്ലേലൂയ വളരെ ശ്രേഷ്ഠകരമാകട്ടോ. ഹല്ലേലൂയ. അതിന്റെ നടുവിലെ സ്തോത്രം ദൈവം ഞങ്ങളെ നിലനിർത്തുവാനിടയായി തീർന്നു. അവിടെ ഒരു തെലുങ്ക് ആന്റി ആരാധനയ്ക്ക് കടന്നു വന്നിട്ട്, സ്തോത്രം, ആദ്യത്തെ ദിവസം തന്നെ ഹല്ലേലൂയ ആമേൻ ആമേൻ ഞങ്ങളിങ്ങനെ പാടി ആരാധിച്ചുകൊണ്ടിരിക്കുക. ഈ ആന്റി നല്ല മണ്ണും ഹൈറ്റും ഉള്ള ആന്റിയാണ്. സ്തോത്രം. എടുത്തടിക്കുന്നത് പോലെ അങ്ങ് തറയിലോട്ട് അങ്ങ് വീണു. സ്തോത്രം. ഹല്ലേലൂയ. തൊട്ടപ്പുറത്താണെങ്കിൽ മുസ്ലിങ്ങളുടെ ബാധ ഒഴിപ്പിക്കുന്ന സ്ഥലവാ. മുസ്ലിങ്ങളുടെ ബാധ ഒഴിപ്പിക്കുന്ന സ്ഥലവാ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ ആദ്യം കാണുന്നത് സ്തോത്രം, ആ വൃക്ഷത്തിന്റെ വേരോടെ അവിടെ സ്തോത്രം ആര്യവേപ്പല്ലേ, അതിന്റെ സ്തോത്രം മൂട് തൊട്ട് മുകളിലോട്ട് അങ്ങ് ഉണങ്ങി. സ്തോത്രം. എല്ലാ വൃക്ഷങ്ങളും മുകളിൽ നിന്ന് താഴോട്ട് ഉണങ്ങുന്നതായിരിക്കാം, പക്ഷെ ഇതിന്റെ അടിവേര് മുതല് മുകളിലോട്ട് അങ്ങ് ഉണങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണുവാനിടയായി തീർന്നു. അതുകൂടാതെ ഈ ആന്റി ഉണ്ടല്ലോ, ആ സ്തോത്രം വീണ് കഴിഞ്ഞു. അച്ഛനൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം ആ സഹോദരിക്ക് പൂർണ്ണ സുബോധം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം അച്ഛനാണെങ്കിൽ സ്നാനത്തെ കുറിച്ചൊന്നും അധികം അങ്ങനെ പ്രസംഗിക്കത്തില്ല. കാരണം പാവപ്പെട്ട ആൾക്കാരാ, അവർക്ക് അതൊന്നും മനസ്സിലാക്കാൻ ആയിട്ടില്ല. എന്നാൽ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വചനത്തിനകത്ത് ആയി കഴിയുമ്പോൾ ഒരു ദിവസം ഈ സഹോദരി വന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം ദേവദാസനെ. ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല. ആ സഹോദരി പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ അന്ന് മഹാരാഷ്ട്ര റീജിയൻ ആണ്. സ്തോത്രം. അന്നത്തെ മഹാരാഷ്ട്ര റീജിയന്റെ സ്തോത്രം ഹാലയിലെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്ന അച്ചൻകുഞ്ഞു പാസ്റ്റർ ഗോവയ്ക്ക് വന്നു. ബോംബെയിൽ നിന്ന് ഗോവയ്ക്ക് വന്നു. ഞങ്ങൾ സ്തോത്ര സ്നാനം നടത്തി. സ്തോത്രം. സ്നാനം നടത്തിയിട്ട് ഹല്ലേലൂയ സ്തോത്രം. ഈ ഞാൻ പറഞ്ഞ ഈ തെലുങ്ക് സഹോദരി ആന്ധ്രാപ്രദേശിലേക്കാണ് ഈ പുള്ളിക്കാരിയെ കല്യാണം കഴിച്ചു വിട്ടേക്കുന്നത്. പക്ഷെ ഇപ്പോൾ താമസിക്കുന്നത് സഹോദരനും സഹോദരന്റെ ഭാര്യയും ഉള്ള വീട്ടിനകത്താണ്. സ്തോത്രം. ഹല്ലേലൂയ. അവർ കുറച്ച് നാളത്തേക്ക് ഇവിടെ വന്നതാ, പക്ഷെ കുറച്ച് മാസങ്ങൾ ഇവിടെ നിൽക്കേണ്ട അനുഭവങ്ങൾ അവർക്ക് വന്നു. സ്തോത്രം. ഈ രാവിലെ സമയം ഒരു വീട്ടിൽ നിന്നാണ് ഈ സഹോദരി സ്നാനത്തിനായിട്ട് ഇറങ്ങി വന്നത്. സ്തോത്രം. ഈ സ്നാനം കഴിഞ്ഞ് തിരിച്ച് പുള്ളിക്കാരി ഈ വീടിന്റെ വാതിലിൽ ചവിട്ടി അകത്ത് കയറാൻ തുടങ്ങിയപ്പോൾ അകത്തു നിന്ന സഹോദരന്റെ ഭാര്യ വല്ലാത്ത വെപ്രാളത്തോടെ കൈ കൂപ്പിക്കൊണ്ട് ഓടി വന്ന് പറയാ, ഇങ്ങോട്ട് കയറല്ലേ, ഇങ്ങോട്ട് കയറല്ലേ, ഇങ്ങോട്ട് കയറിയാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല.
അലറുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ സഹോദരി സ്നാനപ്പെട്ടിട്ട് വന്നയല്ലേ, നേരെ ചെന്ന് കൈവച്ച് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവരെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. അവരുടെ മേലുള്ള ദുരാത്മാവ് വിട്ടുമാറുവാനിടയായി തീർന്നു. അവിടം കൊണ്ടും തീർന്നില്ല പ്രിയപ്പെട്ടവരെ. വൈകുന്നേരത്ത് സ്തോത്രം, സഹോദരൻ ജോലി കഴിഞ്ഞ് ഭവനത്തിൽ വന്നു. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. സ്തോത്രം. കത്തിക്കൊണ്ടിരുന്ന മണ്ണെണ്ണ വിളക്കെടുത്ത് അകത്തോട്ട് കയറി ഭ്രാന്ത് പിടിച്ചതുപോലെയായി ആ മണ്ണെണ്ണ എടുത്ത് ദേഹം വഴി ഒഴിച്ച് തീ അങ്ങ് കൊളുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടെ അവൻ വളരെ പൈശാചികത നിറഞ്ഞു നിന്ന ഭവനത്തിനകത്ത് ആമേൻ സ്തോത്രം, ഈ സഹോദരിമാർ വേഗത്തിൽ തന്നെ എന്തൊക്കെയോ ചെയ്ത് ആമേൻ സ്തോത്രം തീ കെടുത്തി. ആത്മാവിൽ ആമേൻ സ്തോത്രം അവർക്ക് അറിയാവുന്ന രീതിക്ക് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വലിയ പൊള്ളലേൽക്കാതെ ദൈവം ആ കുടുംബത്തെ മുഴുവൻ വിടുവിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ആമേൻ സ്തോത്രം ഞങ്ങളുടെ ശുശ്രൂഷ വേളയിൽ ആമേൻ ഞങ്ങൾക്ക് അനുഭവിച്ചറിവാൻ ഇടയായി തീർന്നു. ഇതാ ഞാൻ പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ തേജസ് നമ്മളെ ധരിച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തിരിച്ചറിയുവാൻ കഴിയത്തില്ല. ആമേൻ സ്തോത്രം. പക്ഷെ പിശാച് നോക്കുമ്പോൾ പിശാചിന് തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. ഇതിന്റെ മേലുള്ള ആവരണം എന്തെന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അധർമ്മത്തിന്റെ മൂർത്തി ഇപ്പോഴേ വ്യാപരിക്കുന്നു. എന്നാൽ നിന്റെ മേൽ, തലമുറകളുടെ മേൽ അത്യുന്നതന്റെ തേജസ്സും മഹത്വവും വന്ന് വസിക്കേണ്ടതിന് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. ആ തേജസ് കൊണ്ട് മൂടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പിശാചിനോ ഒരു അധർമ്മത്തിന്റെ മൂർത്തിക്കോ നിന്റെ മേലോ തലമുറകളുടെ മേലോ ആധിപത്യം എടുക്കുവാൻ കഴിയത്തില്ല. അസികന്റെ ഗച്ചുന പല രീതിയിലും ദുഷ്ടൻ നമ്മളെ തകർത്ത് കളവാൻ നോക്കിയാലോ പ്രിയ ദൈവ പൈതലേ, നിന്റെ മേൽ അത്യുന്നതന്റെ തേജസ് വീണ് കഴിഞ്ഞാൽ, അത്യുന്നതന്റെ മഹത്വം നിന്റെ മേൽ വീണ് കഴിഞ്ഞാൽ അസികനകച്ചുന തകർത്ത് കളവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇന്ന് രാത്രി സമയം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, വാഞ്ചിക്കേണ്ടത് ഈ ലോകത്തിന്റെ മറ്റൊന്നിനുമല്ല. അസികനകത്തിന് സമ്പത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. പദവിക്ക് നിങ്ങളെ രക്ഷിപ്പാനോ വിടുവിപ്പാനോ കഴിയത്തില്ല. എന്നാൽ സ്വർഗീയ മഹത്വം നിന്റെ മേൽ വീഴുവാൻ ആഗ്രഹിച്ചു കൊള്ളുക. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. സ്തോത്രം. അടുത്തത് യെശയ്യാ പ്രവചനത്തെ കാണുന്നത് പരിശുദ്ധി, പാപത്തോടുള്ള വെറുപ്പ്, വിഗ്രഹാരാധനയുടെ മൗഢ്യത. സ്തോത്രം. ഇതിനെല്ലാം മേലെയായിട്ട് ദൈവത്തിന്റെ കൃപ, കനിവ്, ആർദ്ര സ്നേഹം, അനുസരണത്തിന്റെ അനുഗ്രഹങ്ങൾ. സ്തോത്രം. ഇവയെ ആവർത്തിച്ച് പറയുന്നതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. സ്തോത്രം. എന്റെ പ്രിയ സഹോദരിമാരെ, ഹല്ലേലൂയ, എനിക്ക് ഇങ്ങനെയൊക്കെ വചനം പറയാൻ വളരെ ഇഷ്ടമാ. ആമേൻ സ്തോത്രം. കാര്യം ഞാനിത് ഇങ്ങനെ ഒത്തിരി വായിക്കുന്നത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എന്റെ തലയിൽ ഇങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് തന്നെ ഉണ്ട്. സ്തോത്രം. പക്ഷെ ഇത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു പോകട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി സമയം നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത തന്റെ ജനത്തിന്, സ്തോത്രം ഹല്ലേലൂയ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിക്കുവാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും ഹല്ലേലൂയ നൽകി ഇരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഇന്ന് രാത്രി സമയം എന്റെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നേരത്തെ പറഞ്ഞതുപോലെ ലോക സൃഷ്ടിക്ക് മുൻപേ നിങ്ങളുടെ തേജസ്സിനായി മുൻ നിയമിച്ചത് മറഞ്ഞിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിനകത്ത് രക്ഷിക്കപ്പെട്ട് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, നിന്റെ തിരഞ്ഞെടുപ്പ് ഇന്നലെയോ ഇന്നോ ഒന്നും ഉണ്ടായതല്ല. ലോക സ്ഥാപനത്തിന് മുൻപേ പിതാവാം ദൈവം തന്റെ മുൻനിർണയ പ്രകാരം നിങ്ങളെ നിയമിച്ചതാക്കിയതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അതുന രഗൽ ഘടകമന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തേജസ് നിന്റെ മേൽ വീഴണോ, മഹത്വം നിന്റെ മേൽ വീഴണോ. അസികനകത്തുന ഈ കാലഘട്ടത്തിനകത്ത് പരിശുദ്ധാത്മ നിറവോടെ അതുന രഗതൽക്കമന തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമാണെന്നുള്ള ബോധത്തോടെ നാം ജീവിക്കണം. സ്തോത്രം. ഇനി എന്താണ് തിരഞ്ഞെടുപ്പ്? ആമേൻ സ്തോത്രം. ഇലക്ഷൻ, നമ്മളിപ്പോ ഇലക്ഷൻ അടുത്ത് വരിക. സ്തോത്രം അല്ലേ. 2024 ഇലക്ഷൻ ദൈവമക്കളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാ. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ദേവദാസൻ അടികൊണ്ട് ഹല്ലേലൂയ വളരെ പ്രയാസത്തിൽ കഴിയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ നടുവിലും സ്തോത്രം ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനവധി ദേവദാസന്മാര് സ്തോത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോഴ് അനുയോജ്യമായ
ആളുകൾ എന്ത് ചെയ്യണം? ഭരണത്തിലേക്ക് വരണം. സ്തോത്രം. ഇതുപോലെ ചില പ്രത്യേക വ്യക്തികളെയോ ഗണത്തെയോ പ്രത്യേക അനുഗ്രഹത്തിനും വിശിഷ്ട ആനുകൂല്യങ്ങൾ ഒക്കെ ലഭിക്കേണ്ടതിനും വേണ്ടിയിട്ട് വേർതിരിക്കുന്നതിനെയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. ചില പ്രത്യേക വ്യക്തികളെയോ ഗണത്തെയോ ചില പ്രത്യേക അനുഗ്രഹത്തിനും വിശിഷ്ട ആനുകൂല്യങ്ങൾക്കുമായിട്ട് വേർതിരിക്കുന്നതിനെയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോഴ് ഈ പാപികളുടെ രക്ഷ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ, സ്തോത്രം, മുൻ നിയമന സിദ്ധാന്തം, ഇതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, മുൻ നിയമന സിദ്ധാന്തം. ഞാൻ അതിനെ ഒന്ന് ചിന്തിച്ചിട്ടാണ്, ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിപ്പാനിടയായി തീർന്നു. അദ്ദേഹം ഒരു മുൻ നിയമന സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താ? ലോകസ്ഥാപനത്തിന് മുൻപേ പിതാവാം ദൈവം നമ്മളെ, സ്തോത്രം, തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിനകത്ത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല, നമ്മുടെ കഴിവ് നോക്കിയിട്ടല്ല, പിന്നെയോ പ്രിയ ദൈവപൈതലേ, നീ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ വഹിച്ചും കൊണ്ട് ആ തേജോധാരിയായി ഈ ഭൂപ്രപഞ്ചത്തിൽ നടക്കണമെന്നുള്ളത് പിതാവാം ദൈവത്തിന്റെ മുൻ നിർണയമാ. അതുന്ന രഗച്ചിനെ ഈ നിർണയം തിരിച്ചറിഞ്ഞ് നിന്റെ ഭവനത്തിനകത്ത് നീ, ഹല്ലേലൂയ, ആമേൻ, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായി അതുന റിഗതൽക്കമന, ആമേൻ, അഭിഷേകവാഹിയായിട്ട് നിലകൊള്ളുമ്പോൾ അസാധാരണമായ ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്തേക്ക് വെളിപ്പെടുവാനിടയായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. അതിനുശേഷമായിട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ 48 പ്രാവശ്യം ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ, ഹല്ലേലൂയ, ഈ വൃദ്ധന്മാരായിട്ട് ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. സ്തോത്രം. അതിൽ മോശ ഒരു വൃദ്ധനാണ്. സങ്കീർത്തന പുസ്തകം 106 അധ്യായം 23 വാക്യത്തിൽ കാണുന്നു. അടുത്തത് ഇസ്രായേൽ, സ്തോത്രം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനം. 6 പ്രാവശ്യം ഇസ്രായേൽ ജനത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച്, ഹല്ലേലൂയ, 1 ദിനവൃത്താന്തം 16 അധ്യായം 12 വാക്യത്തിൽ, സങ്കീർത്തനം 105:5, ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം, 43, ഹല്ലേലൂയ, 106:4, യെശയ്യാ പ്രവചനം നമ്മൾ ഇന്ന് വായിച്ച ആ വാക്യത്തിനകത്ത്, സ്തോത്രം, 45:4, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തതായിട്ട് നമ്മൾ കാണുന്നു. ഞാനിതിനെ എല്ലാം കമ്പി വാചകം എന്ന പോലെ പറഞ്ഞു വിടുക, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ വിവരിക്കാൻ ഒരുപാട് ദൂതുകളും ആലോചനകളും ഒക്കെ കിടപ്പുണ്ട്. സ്തോത്രം. ഇവിടെ യെശയ്യാ പ്രവചനം 43 അധ്യായം 20 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, സ്തോത്ര, ഹല്ലേലൂയ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിക്കുവാൻ കൊടുപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വൃദ്ധൻ എന്ന ഒരു പദം രേഖപ്പെടുത്തിയിട്ട് വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ഭാവിയിൽ ദൈവത്തിന്റെ വൃദ്ധർ ആയിരിക്കും. സ്തോത്രം. യെശയ്യാ പ്രവചനം 65 അധ്യായം 9 വാക്യം 15:22 ഇസ്രായേൽ ജനം എന്താ? ദൈവത്തിന്റെ വൃദ്ധരാ. തിരഞ്ഞെടുക്കപ്പെട്ട ജനം വൃദ്ധന്മാരാ. സ്തോത്ര, ഭക്തന്മാരാ. ഹല്ലേലൂയ. ആമേൻ. പുതിയ നിയമത്തിൽ 20 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരെയാണ് പുതുനിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവം ഇസ്രായേൽ ജനത്തെ അബ്രഹാമിനെയും, ആമേൻ, അവന്റെ സന്തതിയുമായിട്ട് തിരഞ്ഞെടുത്തു. സ്തോത്രം. അവിടെ മുതലാണ് തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നത്. സ്തോത്രം. അങ്ങനെ വാഗ്ദത്ത ദേശം നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അതിനുശേഷം, ആമേൻ, ഇസ്രായേൽ എന്ന പേര് ലഭിക്കുന്നത് യാക്കോബിൽ കൂടെയാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിന്റെ മക്കൾ, ആ സന്തതി പരമ്പരയെ, ഹല്ലേലൂയ, ഇസ്രായേൽ എന്ന് വിളിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി സമയം പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാ. പഴയ നിയമ കാലഘട്ടത്തിൽ അബ്രഹാമിന്റെ സന്തതിയെ, ഇസ്രായേൽ പരമ്പരയെ, യഹൂദ സംഘമേ എന്നൊക്കെ വിളിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സമയം ദൈവം വിളിക്കുന്നത് രാധാ ഗോപിനാഥേ, സിജി പ്രമോദേ, ഹല്ലേലൂയ, ആമേ, ഹാഷ്മിയെ, ആമേ, മാർഗ്രറ്റ് ജോസഫേ, ആമേ, അത്യുന്നത ദൈവം നിങ്ങളെ ഇങ്ങനെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിന്റെ, ഹല്ലേലൂയ,
ആമേൻ. ഇപ്പൊ എന്റെ കുടുംബം പറഞ്ഞാൽ കുമ്പഴ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ നിർത്തിക്കൊണ്ടല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ മാതാപിതാക്കൾ മർത്തോമ കുടുംബത്തിൽ ആമേൻ ആമേൻ മാതാപിതാക്കൾ മർത്തോമക്കാരായതുകൊണ്ട്, ഞാനൊരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാകത്തില്ല. പിന്നെയോ ഹല്ലേലൂയ, എന്റെ മേലൊരു തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് യേശു ക്രിസ്തുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി തിരഞ്ഞാമേ എനിക്ക് സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടാ? ഹല്ലേലൂയ, എന്നെ ലോക സ്ഥാപനത്തിന് മുമ്പേ ആമേ അത്യുന്നത ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട്. ഇന്ന് രാത്രി സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിന്റെ വാസികളായി സ്വർലോകവാസികളായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള നശിച്ചു പോകുന്ന ചിലതിന്റെ പിറകെ ഓടി നിന്റെ തിരഞ്ഞെടുപ്പ് നഷ്ടമാക്കാനല്ല, നിയോഗം നഷ്ടമാക്കാനല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൽ പ്രതാപങ്ങൾ, ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ചിന്തകൾ, ഇതല്ല ദൈവത്തോടുള്ള അനുസരണത്തിൽ ആത്മാവിൽ ഘടകമന പിടിച്ചടക്കിക്കൊണ്ട് എന്റെ മേലൊരു നിയോഗമുണ്ട്, എന്റെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ട്. ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ മുൻപോട്ട് ആമേൻ യാത്ര ആമേൻ ചെയ്യേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. രക്ഷിക്കപ്പെടുന്നവർ ആരെന്നത് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? മുൻ നിർണയിച്ചു വെച്ചിരിക്കുക. സ്തോത്രം. പൗലോസും ബർന്നബാസും ഒക്കെ ജാതികളുടെ ഇടയില് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഉണ്ടായ ഫലത്തെ കുറിച്ച് ലൂക്കോസ് എഴുതുന്നത്, ആമേൻ സ്തോത്രം, ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 48-ലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ലോക സൃഷ്ടിക്ക് മുൻപേ ഹല്ലേലൂയ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത് ആമേൻ കർത്താവായ യേശു ക്രിസ്തുവ. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നമുക്ക് മറ്റൊരിടത്തു നിന്നോ രക്ഷയില്ല. ആമേൻ. ഇതുകൊണ്ടാണ് വാഗ്ദത്ത നിവർത്തിയുടെ സമയം അടുത്തപ്പോൾ ഒരു ശിമ്യോൻ ദൈവാലയത്തിലേക്ക് ആത്മനിയോഗത്താൽ കടന്നു ചെന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ ശിമ്യോനെ കാണുവാൻ കഴിയുന്നു. ശിമ്യോന്റെ ഗുണം, അവൻ നീതിമാനാ. 2, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമാ. സ്തോത്രം, അമേൻ അമേൻ, ഹല്ലേലൂയ, അമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. 25 മുതൽ 22-ന്റെ 25 മുതലുള്ള വാക്യങ്ങളില് യെരൂശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ നീതിമാൻ, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസം, ആമേൻ, സ്തോത്ര, അഭിഷേകം, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി സമയം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ഗുണമാ ആമേൻ നിന്റെ മേലുള്ള വാഗ്ദത്വം. ആമേൻ, നിനക്കൊരു വാഗ്ദത്വമുണ്ട്, നിനക്കൊരു പ്രത്യാശയുണ്ട്. ആമേൻ, ചിലത് അവകാശമായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ തലമുറകളുടെ മേൽ എന്റെ നീതിന്യായവും അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനവധി വാഗ്ദത്തങ്ങളാ. സ്തോത്രം. ഇവിടെ ശിമ്യോന്റെ മേലിൽ ഉണ്ടായിരുന്നത്, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ നിനക്ക് എന്ത് കാണാൻ കഴിയത്തില്ല? മരണം കാണുകയില്ല. ഈ അരുളപ്പാട് പ്രാപിച്ച ശിമ്യോൻ ആത്മനിയോഗത്താൽ അവൻ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളെ നിവർത്തിക്കുവാൻ യേശുവിന്റെ അമ്മയപ്പന്മാർ അവനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നിയോഗത്താൽ അവനോടി യേശുവിനെ കാണുവാൻ ചെന്നു, ദേവാലയത്തിൽ ചെന്നു. പ്രിയ ദൈവവൈതലേ, അതിന്റെ രകൽഘടകമനബലവ ഷൈഡബനഗതുര ആ മിനി ജേക്കബ് എന്ന് പറഞ്ഞ സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, അതിന് രഗതിൽ ഘടകമന, പലതും നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് നീ ഏകാഗ്രതയോടെ അസികനഗതിന പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കേണ്ടുന്ന സമയത്ത് പ്രാപിച്ചെടുക്കുവാനൊക്കെ വേണം. ഏകാഗ്രതയോടെ നടക്കണം, ആത്മാവിൽ നീ ചലിക്കണം. ഹസ്ത ജനഘടകമന ആമൻ ഋഗമന ഘടകമന. പലപ്പോഴും ഹസ്തേ രഗന നിന്റെ മുൻപിൽ വഴികൾ തുറക്കപ്പെടുന്നുണ്ടെങ്കിലോ ഉറവകൾ തുറക്കപ്പെടുന്നുണ്ടെങ്കിലോ അതിന്റെ പൂർണ്ണതയിൽ പ്രാപിപ്പാൻ കഴിയാതെ ഹസ്തേ ജഗനക രിഗതൽ ഘടകമന ആമേൻ ഹല്ലേലൂയ മാറി മറിഞ്ഞു പോകുന്ന അനുഭവത്തെ നോക്കി പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, അതിന്റെ രഗൽ ഘടകമന, ഇന്ന് രാത്രി സമയം എന്റെ പാദപീഠത്തിലേക്ക് വന്ന് ഏകാഗ്രതയോടെ എന്റെ മുൻഭാഗം നടക്ക്. അതിന്റെ രകൽക്കമന ആമേൻ. പല ആലോചനകൾ കേൾക്കാതെ, പല ചിന്തകൾക്ക് ചെവി കൊടുക്കാതെ ആത്മനിയോഗം തിരിച്ചറി. പ്രിയ സഹോദരിയെ, എന്റെ കുടുംബത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിന് അതിന്റെ രകൽക്കമന നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങള് ആമേൻ കുടുംബത്തിനകത്തുള്ള ദൈവിക പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്
ഹൃദയത്തെ ഏകാഗ്രമാക്കി എന്റെ സന്നിധിയിൽ ഇരിപ്പാൻ ദൈവാത്മാലോചന പറയുന്നു. ആമേൻ. ഇവിടെ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്ന് ആമേൻ ഹല്ലേലൂയ യേശു കുഞ്ഞാട് ആമേൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയാ, ഇപ്പോൾ നാദാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ആമേൻ. അപ്പോൾ വാഗ്ദത്തമുള്ള ദൈവ പൈതലിന് സമാധാനക്കേടുണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള ദൈവ പൈതലിന് അത് പ്രാപിച്ചെടുക്കുവാൻ വില കൊടുക്കേണ്ടതുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, നീതിമാനായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനായിരുന്നു, തിരുവചനം ആമേൻ ന്യായപ്രമാണ സത്യങ്ങൾ പകർത്തി എഴുതിക്കൊണ്ടിരുന്നവനായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നിയോഗം അതായിരുന്നെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തമായിരുന്നു, ആമേൻ, ക്രിസ്തുവിനെ കാണും മുൻപേ നീ മരണം കാണുകയില്ല. ഇന്ന് രാത്രി സമയം ഇതിനകത്തിരിക്കുന്ന ചില അമ്മച്ചിമാരോട് ദൈവാത്മാവ് ദൂത് പറയുക, ആ വത്സാബെന്നി എന്നുള്ള ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയ മാതാവേ, ഞാൻ നിന്നെ എന്റെ വലം കൈയിൽ താങ്ങിയിട്ടുണ്ട്, നീ ഭാരപ്പെട്ടു പോകണ്ട, നിന്റെ കണ്ണുനീരിനൊരു മറുപടി ഉണ്ട്. അസി നിഗന രിഗതൽ ഘടകമന. മാതാവിനോട് ഞാൻ ദൂത് പറയുന്നത് ഇച്ചിരി സമാധാനത്തോടെ പറഞ്ഞു തരാം. സ്തോത്രം. പരിശുദ്ധാത്മ ഓർപ്പിക്കുകയാ, തലമുറകളുടെ നന്മ കണ്ടിട്ടല്ലാതെ, സ്വസ്ഥത അനുഭവിച്ചിട്ടല്ലാതെ മാതാവേ നിന്റെ ജീവിതത്തിനകത്ത് ദോഷമായിട്ടൊന്നും ഭവിക്കയില്ല. ആകയാൽ ഈ കാലയളവിൽ ആമേൻ സ്തോത്രം, എനിക്ക് പ്രായമായെന്നോ എന്റെ ചിന്തകൾ ഇന്നതെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ആത്മാവിൽ എന്റെ സന്നിധിയിൽ ഇരുന്ന് ആമേന് പ്രാർത്ഥിക്കുമെങ്കിൽ അസികന്റെ കച്ചിന്റെ രികതല്ല അതുന രകൽ ഘടകമന നിന്നെ ആശ്വസിപ്പിച്ച് നിനക്ക് നന്മ തന്ന് അതുന രകതിൽ കമന ഈ ഭൂമുഖത്ത് ആദരിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി മാതാവിന്റെ ജീവിതത്തിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നിങ്ങൾക്ക് അറിയാമോ, ഈ ആത്മാവ് എന്ത് ചെയ്യുന്ന ആശ്വസിപ്പിക്കുന്ന ആത്മാവാ, ഹൃദയം നുറുങ്ങിയവർക്ക് സമാധാനം പകരുന്ന ആത്മാവാ. ഇന്ന് രാത്രി സമയം ആമേ തിരഞ്ഞെടുപ്പ് പ്രാപിച്ച ദൈവവൈദ്യലേ അതിന്റെ രകൽ ഘടകമന ആമേൻ സ്തോത്രം. നിങ്ങൾക്ക് അറിയാമോ, ഞാൻ ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഒക്കെ ആയിട്ട് ഒരു ബുക്ക് നിറച്ചെഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ബുക്ക് തുറക്കാതിരിക്കുക. സ്തോത്രം. എനിക്ക് ആത്മാവിൽ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മനസ്സിനകത്ത് കിടന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറഞ്ഞിട്ട് സ്തോത്രം ഞാൻ ആ ഭാഗം വിട്ട് ഒരാത്മീക ശുശ്രൂഷയ്ക്കായിട്ട് കയറുമ്പോൾ നിങ്ങൾ അതേപോലെ പ്രാർത്ഥനയോടെ കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് നിങ്ങളും ജാഗരിച്ചു കൊണ്ടിരുന്നോ. കാരണം ഞാൻ വചനം വചനം പഠിച്ചു പറയുന്നതും സ്തോത്രം ആത്മാവിൽ ശുശ്രൂഷിക്കുന്നതും ഒക്കെ രണ്ടും രണ്ടാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സമയം ആത്മാവ് ജീവിപ്പിക്കുന്നതാ, ആത്മാവ് ജീവിപ്പിക്കുന്നതാ, ആത്മാവ് ജീവിപ്പിക്കുന്നതാ. ചിലതിനെ ഇന്ന് ജീവിപ്പിക്കാനുണ്ട്, ആശ്വസിപ്പിക്കാനുണ്ട്. സിജി പ്രമോദ് സിസ്റ്ററോട് പരിശുദ്ധാത്മാ പറയുന്നു, ആമേ റിഗനക നീ ആമേ നിന്റെ തലയെ ഞാൻ ഉയർത്തു, അസിഗനകത്തിന എന്റെ കണ്ണുനീരിനെ ഞാൻ മാറ്റി, അതിന്റെ രകൽ ഘടകമന ആമേ നിന്റെ രട്ടിനെ ഞാൻ അഴിച്ച് നിന്റെ വിലാപത്തെ ഞാൻ നൃത്തമാക്കി, നിന്റെ ചാർച്ചക്കാർ കാണുക അക്ഷസ്യാരകറ്റുന എന്റെ നാമത്തിനു വേണ്ടി എന്റെ നാമനിമിത്തം ഹല്ലേലൂയ ചില ദൈവപ്രവൃത്തികൾ ആ കുടുംബത്തിനകത്ത് അയക്കുമെന്ന് പരിശുദ്ധാത്മാലോചന പറയുന്നു. അസീരികന്റെ ഘടകമന ഇവിടെ ശിമ്യോൻ പറയാ, ഇപ്പോൾ നാദാ തിരുവചനം പോലെ നീ എന്നെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ഹല്ലേലൂയ. വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുവോളോ നീ ഞെരുക്കം അനുഭവിക്കേണ്ടി വരും. വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുവോളോ അടകടകറ്റുനരികതല നീ വില കൊടുക്കേണ്ടി വരൂ. നിന്റെ ശരീരം ക്ഷയിച്ചെന്ന് വരൂ. അതിന് രകൽ ഘടകമ ഭാരപ്പെട്ടു പോവല്ലേ, നിരാശയിൽ മുങ്ങിപ്പോകരുത്. പലതും നഷ്ടമായാലോ നിരാശയിൽ മുങ്ങിപ്പോകരുത്. ഒരു സാക്ഷിയോടെ പറയാം. സ്തോത്രം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാനും സ്തോത്രം പ്രിയ സഹോദരി ഹല്ലേലൂയ അമേൻ അമേൻ സ്തോത്രം സിസ്റ്ററും തമ്മിലുള്ള അമേൻ ആ കണക്ഷനെ കുറിച്ച് എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല. സ്തോത്രം. ഞാൻ ഒറ്റയ്ക്ക് മർത്തോമ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ ഇറങ്ങിയതാ. സ്തോത്രം. ഞാൻ വളർന്നത് പുൾപിറ്റിനകത്താ. സ്തോത്രം. ഹല്ലേലൂയ. അച്ഛന്മാരോട് കൂടെ ചേർന്ന് നിന്ന് പാട്ടുപാടിയും വചനം വായിച്ചും ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഞങ്ങളുടെ കുടുംബം എന്ന് വെച്ചാൽ സന്ധ്യയാകുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഞങ്ങൾ 3 മക്കളും അമ്മയും കൂടെ ഒക്കെ ഒന്ന് പാട്ടുപാടി ആരാധിക്കാനിരുന്നാൽ ഞങ്ങൾ മർത്തോമക്കാരാ. പക്ഷേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ഇങ്ങനെ 2-3 വരികൾ ഞങ്ങൾ 3 പേരൂടെ അവിടെ ഇരുന്ന് ആവർത്തിച്ച് പാടി സ്തോത്രം സ്തുതിക്കുമ്പോ ഉണ്ടല്ലോ ഞങ്ങളുടെ ദേശം കിടുങ്ങുമായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശം കിടുങ്ങുമായിരുന്നു. സ്തോത്രം. പെന്തക്കോസ്തിലെ പാസ്റ്റർമാര് ഞങ്ങളെ 3 പേരെയും കൂടെ
കൈക്കൂലി തന്ന് വിളിച്ചോണ്ട് പോവായിരുന്നു. അവിടെ കൊണ്ടുപോയി പാട്ട് പാടിക്കാൻ. ഞങ്ങൾ മർത്തോമയിൽ ആരാധന കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഈ ദൈവദാസൻ കാത്തു നിന്ന് ഞങ്ങളെ 3 പേരെയും കൂടെ വിളിച്ച് ആ ആലയത്തിനകത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ട് പാട്ട് പാടിക്കൂ. കാരണമെന്ന് പറഞ്ഞാൽ 3 പേരും ഒരുപോലെ നിന്ന് ആമേൻ സ്തോത്രം, ആത്മാവിലൊന്നും അല്ല, ഞങ്ങൾക്ക് ഹല്ലേലൂയ ആമേൻ തകർത്ത് പാടി ദൈവത്തെ ആരാധിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പറയട്ടെ, ബാല്യം മുതൽ ഈ പെട്ടകം ചുമക്കാൻ സർവശക്തനായ ദൈവം എനിക്ക് ഭാഗ്യം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, പ്രീ ഡിഗ്രിയുടെ എക്സാം എഴുതി കഴിഞ്ഞ സമയത്താ ഞാനൊരു ആമേൻ സ്തോത്രം സുവിശേഷ പ്രസംഗം കേട്ടു. സ്തോത്രം, ഞങ്ങൾ മർത്തോമക്കാരാ, തൊട്ടിപ്പുറത്ത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഈ ക്രൂശിന്റെ വചനം അവിടെ പ്രസംഗിച്ചപ്പോൾ അനവധി ആളുകൾ അവിടെ ദൈവവചനം കേട്ടു. പക്ഷേ ആ വചനം എന്റെ ജീവിതത്തിനകത്ത് രക്ഷയായി, ഹല്ലേലൂയ, ശക്തിയായി വ്യാപരിച്ചു. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞു, നമ്മളിൽ വ്യാപരിക്കുന്ന ജ്ഞാനം മാനുഷിക ജ്ഞാനമല്ല, ആമേൻ സ്തോത്ര, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമാകണം. ഇതുകൊണ്ടാണ് ക്രൂശിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഹല്ലേലൂയ ജീവശക്തിയായി വ്യാപരിക്കുന്നത്. പ്രിയ ദൈവവൈതലേ, ഈ ക്രൂശിന്റെ വചനം ശക്തിയോടെ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിനകത്ത് ഇറങ്ങിയത് കൊണ്ടാ ഈ കാലയളവിലും കർത്താവ് നമ്മളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം, എനിക്ക് യഥാർത്ഥമായി ഇത് ദൈവശക്തിയായി. എനിക്ക് പിന്നെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് പിന്നെ പാട്ടുപാടിയാൽ മതി. സ്തോത്രം, ആമേൻ. എന്റെ ശരീരത്ത് ആരും കൈവച്ചിട്ടല്ല അഭിഷേകം പ്രാപിച്ചത്. ഒരു അഭിഷിക്തന്മാരുടെയും കൈവപ്പിനാലല്ല ഞാൻ അഭിഷേകം പ്രാപിച്ചത്. എന്റെ വീടിനകത്ത് കിട്ടിയ സാഹചര്യത്തിനകത്ത് ഒതുങ്ങിയിരുന്ന് രാത്രിയാമങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് അഭിഷേകം എന്റെ മേൽ വീഴുവാനിടയായി തീർന്നത്. നിങ്ങൾക്കറിയാമോ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാ, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാ പ്രിയപ്പെട്ടവരെ. ഋഖമനഗദിന, സ്തോത്രം. ഞാനിങ്ങനെ പെതുക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇച്ചിരി കഴിയുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങളെ സ്തോത്രം തട്ടുതട്ടായിട്ടുള്ള വീടുകളാ. ഞങ്ങളുടെ തൊട്ടു പുറകിലെ ഒരു കൊച്ചുമൻചാനുണ്ട്. സ്തോത്രം, അച്ഛൻ ചരലിക്കല്ല് വാരി ഞങ്ങളുടെ വീടിന്റെ ഓടിന്റെ പുറത്തോട്ട് വാരി എറിയും. കാര്യം എന്താ? എന്റെ പ്രാർത്ഥന, എന്റെ അന്യഭാഷ, അച്ഛന്റെ രകൽക്കടകമന അസീരി ഇന്ന് കല്ലെറിഞ്ഞവരൊക്കെ ഇപ്പോഴും കല്ലെറിയുമ്പോൾ അതിന്റെ രകൽ കടകമന, ആ പെരിങ്ങാലം എന്ന് പറയുന്ന സ്തോത്രം, കൊല്ലം മൺട്രോത്തുരുത്ത് പെരിങ്ങാലത്ത് 4 ചുറ്റും ദീപ സ്തോത്രം, വെള്ളമല്ലാതെ വള്ളമല്ലാതെ ഇന്നും അവിടെ വാഹന സൗകര്യമില്ല. സ്തോത്രം. എന്നാൽ ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞ് സ്തോത്രം, ഞങ്ങൾ തേവലക്കര എന്റെ അമ്മയുടെ ഭവനത്തോട് ചേർന്ന് ഞങ്ങൾ വസ്തുവും വീടും ഒക്കെ വാങ്ങിച്ചിങ്ങി പോകുവാൻ ഇടയായി തീർന്നു. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ പഠനകാലം, എന്റെ ഹല്ലേലൂയ ജീവിതത്തിന്റെ ശുശ്രൂഷ കാലമൊക്കെ ആ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ മൂലക്കിരുന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കൂ. ഇന്നത്തെ സൗണ്ട് അല്ല, ഇന്ന് സൗണ്ട് എല്ലാം പോയി. ഹല്ലേലൂയ, ശക്തിയോടെ ദൈവത്തെ ആരാധിക്കൂ, പാടി ദൈവത്തെ മഹത്വപ്പെടുത്തു. വീട്ടിനകത്ത് വന്നാൽ എന്റെ അപ്പനും അമ്മയും ആരും ഇല്ലാതിരിക്കുന്ന സമയം എന്റെ ഉത്സവത്തിന്റെ, അതാണല്ലോ നമ്മൾ പറയുന്നത്, സെലിബ്രേഷന്റെ സമയമാ. ഹല്ലേലൂയ, രാത്രിയാമങ്ങള് ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ഹല്ലേലൂയ രാത്രി സമയങ്ങളാ. സ്തോത്രം, അതിന് രകൽ ഘടകമന. ആ സമയം മുതലേ ദൈവം എന്നെ കൃപാവരങ്ങളാൽ നിറപ്പാനിടയായി തീർന്നു. ഈ കൃപാവരമൊക്കെ പ്രാപിച്ചിട്ടാ ഞാൻ സ്തോത്രം KP ഓനാന്റെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാണെന്ന് കേട്ട് ഹല്ലേലൂയ ഇറങ്ങി പുറപ്പെട്ട് സ്നാനപ്പെട്ട് ഉള്ള സ്വർണവും ഊരി സ്തോത്രം തിരിച്ചു വീട്ടിൽ വന്നപ്പോ ദാ കിടക്കുന്ന സ്തോത്രം ഹല്ലേലൂയ അപ്പനും അമ്മയും സഹോദരനും, അന്ന് ബോംബെയിലായിരുന്ന സഹോദരൻ ഹല്ലേലൂയ ദാ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്വർണം ഇല്ലാത്തത് കൊണ്ട് ഇടാത്തതല്ല. ആമേൻ സ്തോത്രം. സകലതും വേണ്ട എന്ന് വെച്ച് ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, എന്റെ സഹോദരൻ ദുബായിൽ ജോലി കിട്ടി പോയിട്ട്, ദൈവദാസന്മാർക്കെല്ലാം അറിയുന്ന കാര്യ, ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോ എനിക്ക് 15 പവന്റെ സ്വർണം കൊണ്ട് തന്നു. ഹല്ലേലൂയ. വളരെ ആഗ്രഹത്തോടാ എന്റെ സഹോദരൻ എനിക്ക് കൊണ്ടുവന്നത്. എന്റെ മൂത്ത സഹോദരൻ ഹല്ലേലൂയ വല്യാനെ എന്ന് വിളിച്ച് അദ്ദേഹം എന്റെ സഹോദരന്റെ പുറത്ത് കയറി ആന കളിച്ച് നടന്ന എന്റെ ജീവിതത്തിനകത്തേക്ക് ഈ ക്രിസ്തുവിന്റെ ശക്തി ഇറങ്ങിയത് നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ. പള്ളിയിലാണെങ്കിലും വീട്ടിനകത്താണേലും നാട്ടിനകത്താണേലും ആ നാട്ടുകാരുടെ എല്ലാം പൊതു മുതലായിരുന്നു ഞാൻ. സ്തോത്രം. അമ്പലത്തിൽ പോയിട്ട് ശബരിമല സീസൺ ആകുമ്പോൾ 2
2 കൈ നിറച്ച് വള മാല, ആമേൻ സ്തോത്രം, എന്ത് സാധനം വേണമെങ്കിൽ ആരമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നോ എനിക്ക് പങ്കുണ്ട്. സ്തോത്രം. എവിടെ അമ്പലത്തിലെ പായസമോ പൊങ്കാലയോ ഉണ്ടോ അതെല്ലാം എന്നെ തേടി എത്തും. സ്തോത്രം. ഇല്ലെങ്കിൽ ഞാൻ അവരെ തേടി അവിടെ പോകും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആ ദേശത്തിന്റെ എല്ലാവരുടെ റാണിയായിട്ട് ജീവിച്ച ഒരു ബാല്യകാലമായിരുന്നു എനിക്ക്. സ്തോത്രം. ആമേൻ. അവിടെ കുറച്ച് 250-300 കുടുംബങ്ങളെ ഉള്ളൂ. സ്തോത്രം. അവിടെ ആര് ഹിന്ദുക്കളെന്നോ മുസ്ലിംസ് ഇല്ല, ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ വലിയ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല സ്നേഹത്തോടെ സഹോദര ഭാവത്തോടെ ജീവിച്ച് വളർന്ന നല്ല ഒരു ദ്വീപ്. ആമേൻ സ്തോത്രം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്നാനപ്പെട്ടിട്ട് തിരിച്ചു വന്നു. ആമേൻ. എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന്, സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന്. ആമേൻ സ്തോത്രം. ഈ അടിയും കൊണ്ട് എല്ലാം ത്യജിച്ച് ഹല്ലേലൂയ. ആമേൻ 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 സ്തോത്രം. പാപം ചെയ്യാനൊന്നും അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പാപം, സ്തോത്രം, വീട്ടിനകത്തിരിക്കുന്ന ചേച്ചിയുടെ റൈസറോ പെൻസിലോ ഒക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് പറയും ഞാൻ എടുത്തില്ല. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ കയറി ഇറങ്ങി കഴിച്ചിട്ട് ഞാൻ പറയേ ഞാനല്ല, ഞാൻ കണ്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അടി കിട്ടുന്നത് ആർക്കാ? എന്റെ സഹോദരങ്ങൾക്കാ. ഇച്ചിരി കഴിയുമ്പം അമ്മയുടെ കയ്യിൽ നിന്ന് 2 തല്ല് മേടിച്ചിട്ട് അവര് പോകും. ഇച്ചിരി കഴിയുമ്പോ ഇങ്ങോട്ട് വന്ന് കുനിച്ച് നിർത്തി നമുക്ക് നല്ല ഇടിയും അമ്മയും പടക്കവും ഒക്കെ കിട്ടുകയും ചെയ്യും. നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത്, എന്നാൽ ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞത് 15-ാം സങ്കീർത്തനം വായിച്ച് ഒരുപാട് കരഞ്ഞു. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കോ? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കോ? ഹൃദയപൂർവ്വ സത്യം സംസാരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേര് കരഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. റികന ഘടകന ക്ഷൈതര 15-ാം സങ്കീർത്തനം വായിച്ച് ഏങ്ങി ഏങ്ങി കരഞ്ഞ നാളുകളുണ്ട്. സ്തോത്രം. അതിന്റെ രഗതിൽ കമന. ഹല്ലേലൂയ. സ്തോത്രം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കോ? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കോ? ഹല്ലേലൂയ. ഹൃദയപൂർവ്വ സത്യം സംസാരിക്കുന്ന വ്യാജം പറയാതെ നടക്കുന്നവര്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഇങ്ങനെയുള്ളവർ ഉയരത്തിൽ വസിക്കോ, കോട്ടകൾ അവൻ അഭയസ്ഥാനമായിരിക്കും. ഇങ്ങനെ വചനം വായിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ഞാനിങ്ങനെ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്ന ദിവസമായിരുന്നു. സ്തോത്രം. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ പറയും, KPON അവിടെ രാവിലെ കുറച്ച് സമയമുണ്ട്. സ്തോത്രം. ക്വൈറ്റ് ടൈം എന്ന പേരില്. ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ക്വാളിറ്റി ടൈം. അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനായിരുന്നെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാ, എത്ര താമസിച്ചാലോ അത് രാവിലെ എഴുന്നേറ്റിരുന്ന് ബൈബിൾ വായിക്കോ, നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരിക്കോ, ഈ വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയൂ, എന്നെ ഒന്ന് പഠിപ്പിക്കണേ, എന്നെ ഒന്ന് മനസ്സിലാക്കി തരണമേ. വാഞ്ചയോടെ ദൈവസന്നിധിയിൽ ഇരിക്കൂ. ഞാൻ ആ സെമിനാരിയില് ഏറ്റവും കൂടുതൽ വചനം പഠിക്കണമെന്ന് ആഗ്രഹിച്ചവൾ ഞാനായിരിക്കും. ഏറ്റവും കൂടുതൽ വില കൊടുത്തവൾ ഞാനായിരിക്കും. ഹല്ലേലൂയ. ഈ വചനം എടുത്ത് നെഞ്ചോട് ചേർത്ത് എനിക്ക് പറയുവാൻ കഴിയും, വളരെ ആവലോടെ അടിയും കൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. വീട്ടിൽ നിന്ന് പപ്പ ഇങ്ങനെ പുറത്തോട്ടൊന്നും വിടത്തില്ല, ഇങ്ങനെ പഠിക്കാനൊന്നും വിടത്തില്ല. സ്തോത്രം. അതിന്റെ നടുവിൽ ഈ വചനവും എടുത്തിട്ട് ഹല്ലേലൂയ വളരെ ആവലോടെ സ്തോത്രം അവിടെ ചെന്നത്. എനിക്കൊരു കുഴപ്പമുണ്ട്. സ്തോത്രം. എന്റെ പപ്പയ്ക്ക് 7 ആമക്കളാ, പപ്പയുടെ പെങ്ങക്ക്. സ്തോത്രം. ബാക്കി എല്ലാം കൂടെ ഒരു 10-11 സഹോദരന്മാരുടെ ഇടയിലാണ് ഞാൻ വളർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പഠിച്ചത് സ്കൂള്, ഞാൻ പറഞ്ഞല്ലോ, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഉണ്ടായിരുന്ന സ്കൂൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സ്തോത്രം. ഞങ്ങളുടെ അവിടെ ഞാൻ ആണെന്നോ പെണ്ണെന്നോ അങ്ങനെ ഒരു വ്യത്യാസത്തോടെ അല്ല വളർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ സെമിനാരിൽ ചെന്ന് എന്റെ ഒറ്റ ആഗ്രഹം വചനം പഠിക്കണം. സ്തോത്രം. തീഷ്ണതയോടെ വചന പഠനത്തിന് ആഗ്രഹത്തിന് എന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ലൈബ്രറി പുസ്തകം കീറിയെന്നോ സ്തോത്രം. ഞാൻ ചിന്തിക്കാത്ത പല കാര്യങ്ങള് എന്റെ മേൽ ആരോപിക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, എല്ലാവർക്കും കാര്യം പറഞ്ഞു ഭവനത്തിൽ പോകണോ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് സ്തോത്രം, നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല നമ്മൾ കഷ്ടം സഹിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ദൈവം അതിന് ഉത്തരവാദിയായിരിക്കും. പക്ഷെ ഞാൻ ഒരുപാട് വേദനിച്ചു. കാരണം അറിയാമോ, അവിടെ പഠിക്കുന്ന എത്ര പേര് ഈ വചനം പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവിടെ നിന്നെന്നറിയത്തില്ല. പക്ഷെ എന്റെ വാഞ്ച, എന്റെ ആഗ്രഹം മുഴുവനും ദൈവവചനം പഠിക്കണമെന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു ക്വൈറ്റ് ടൈം ഉണ്ടായിരുന്നു. സ്തോത്ര. ഞാൻ നിങ്ങളെ കൂടെ എൻകറേജ് ചെയ്യുക, അത് രാവിലെ സമയം നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങണം. നിങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ക്രിസ്തുവിൽ വളരും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഓർഡർ ഉള്ള ഒരു ലൈഫ് ആകും. സ്തോത്രം. കാരണം നമ്മൾ അല്പസമയം ഒന്ന് വെറുതെ ഇരിക്കുമ്പോഴാ, ഇന്ന് ആരെങ്കിലും വിളിക്കാനുണ്ടോ, ഓഫീസിൽ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ, ഇല്ലേ? പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴല്ലേ സ്തോത്രം, ഇന്ന് എന്താ കറി വെക്കുന്നത്,
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്റെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ അങ്ങനല്ല. സ്തോത്രം. എൽസനാന്റി ചിരിക്കൊന്നും വേണ്ട. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും എൽസനാന്റിയെ കുറിച്ച് ഓർക്കുന്നത്, അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഇമ്മാനുവൽ മിനിസ്ട്രീസിലെ ആരെയെങ്കിലും ഓർക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിക്കണം. ആമേൻ. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ നിങ്ങൾ ദൈവവചന പഠനത്തിനകത്തോ വിശുദ്ധ ജീവിതത്തിനകത്തോ വളരും, ഇല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ഓർഡർ ഉണ്ടാകും. ഇത് പറയുമ്പോൾ 2 തിമോഥെയോസ് 3:16 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരേണ്ടതിന് ഉപദേശം, ശാസനം, ഗുണീകരണം, നീതിയിലെ അഭ്യസനം. ഇത്രയും കാര്യങ്ങൾ ആർക്കാ? ദൈവത്തിന്റെ മനുഷ്യർക്ക് വേണ്ടുന്ന കാര്യ. ദൈവത്തിന്റെ മനുഷ്യന് ഉപദേശം വേണം, ശാസനം വേണം, ഗുണീകരണം വേണം, നീതിയിൽ നടക്കാൻ അഭ്യസിക്കപ്പെടണം. സ്തോത്രം. ഇനി പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് കള്ളത്തരം ബോധ്യപ്പെടുത്തുന്നത് പോലെ, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചോ, പ്രാർത്ഥനാ മുറിയിൽ കയറി അയ്യോ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിക്കാതെ അവിടെ വിട്ട് എഴുന്നേക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അല്ലേ, നമ്മൾ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും. നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളെ ഉപദേശിക്കും. നമ്മുടെ മക്കളെയൊക്കെ നമുക്കിപ്പോ ഉപദേശിക്കാൻ പറ്റുമോ? സ്തോത്രം. അമ്മയൊന്നും മിണ്ടാതിരിക്കാൻ പറയും. സ്തോത്രം. നമുക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല, വലിയ ശാസന പറ്റത്തില്ല, നമുക്ക് അവരെ ഗുണീകരിക്കാൻ പറ്റത്തില്ല. ഇനി വലിയ ഒരു കാര്യം കൂടെ പറയാം. ഇനി ഞാനിരുന്ന് നിങ്ങളുടെ അകത്തേക്ക് കയറി എനിക്കൊരു ദൈവിക ശുശ്രൂഷ, വിവേചന വരത്തിന്റെ ശുശ്രൂഷയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇനി നമ്മളിനി എത്ര ഇരുന്ന് വിവേചിച്ചെന്ന് പറഞ്ഞാലും ദൈവം ഒരു പരിധിക്ക് വിട്ട് ഒരു വൃതനെയും ആരുടെയും മുൻപിൽ തുറന്നു കാണിക്കാൻ ദൈവം ഇഷ്ടപ്പെടത്തില്ല. ആമേ, ആമേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഒരു പരിധിക്കപ്പുറം ഒരു മനുഷ്യനെയും, സ്തോത്രം, ദൈവം എന്ത് ചെയ്യത്തില്ല, മറ്റുള്ളവരുടെ മുൻപിൽ വിവേചിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. പക്ഷേ നമ്മളിൽ ഉള്ളത് എന്തെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി അറിയുന്നത് കൊണ്ട് വളരെ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും? വത്സ ബെന്നി ആന്റി, അമ്മച്ചിയെ സ്തോത്രം, ഹല്ലേലൂയ, എന്ത് ചെയ്യും? നമ്മളെ ഉപദേശിക്കും, നമ്മളെ ശാസിക്കും, നമ്മളെ ഗുണീകരിക്കും, നീതിയിൽ നമ്മളെ നടത്തും. സ്തോത്രം. രാത്രി സമയം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അതിരാവിലെ എഴുന്നേറ്റ് ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം. ഒന്നുകിൽ ദൈവവചനത്തിൽ വളരും, ഉപദേശത്തിൽ, ശാസനത്തിൽ, ഗുണീകരത്തിൽ, നീതിയിൽ അഭ്യസിക്കപ്പെടുന്നതിൽ നമ്മൾ അഭ്യസിക്കപ്പെടും. സ്തോത്രം. ആമേൻ. എന്റെ ആ സെമിനാരിയിൽ നിന്നൊക്കെ ഞാൻ വീട്ടിൽ പോകേണ്ടി വന്ന സമയം, സ്തോത്രം, പരിശുദ്ധാത്മാവ് എന്നെ പൊതിഞ്ഞു, ഈ വചനം എന്നെ താങ്ങി. സ്തോത്രം. ആമേൻ. ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1:8 നിവർത്തിയായി. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കയറി ഇറങ്ങി പ്രാർത്ഥിക്കാത്ത ഒരു ഭവനോ എന്റെ ദേശത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് റിസോർട്ട് നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, ഹിന്ദുക്കാരൻ, അവിടെ ഏതെങ്കിലും ഒരു പാസ്റ്റർ ചെന്ന് കഴിഞ്ഞാൽ കേൾപ്പിക്കുന്നത് ഞങ്ങളുടെ റാണി സിസ്റ്റർ പ്രസംഗമാണെന്നും പറഞ്ഞാ കേൾപ്പിക്കുന്നത്. സ്തോത്രം. ആമേൻ. അന്ന് ഞാൻ കൊണ്ടു നടന്നു കൊടുത്ത ബൈബിൾ എടുത്ത്, ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്, ഞങ്ങളുടെ റാണി സിസ്റ്റർ തന്നെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ദേശത്തിന്റെ നടുവില്, ഹല്ലേലൂയ, എന്നെ മാനിക്കുന്ന ഒരു കൂട്ടം ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരുണ്ട്. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രിയപ്പെട്ടവരെ, ചില കണ്ണുനീരുകൾ, ചില കയ്പിന്റെ അനുഭവങ്ങൾ നിന്നെ തകർക്കാനല്ല, നിന്നെ മുടിക്കാനല്ല, നിന്നെ ബലമുള്ളതാക്കി തീർക്കാനാ. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ആമേൻ, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകണം. എന്നാൽ ആത്മാവിനെ പ്രാപിച്ചിട്ട് മുന്നോട്ട് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോ അറിയാം, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. അവർ ഒരുമിച്ച് കൂടി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വന്നിരുന്നു, അപ്പം നുറുക്കി ഉപദേശം കേട്ടു, എല്ലാം ചെയ്തു. പക്ഷേ ദൈവാലോചന നിരസിച്ചു. സ്തോത്രം. അവിടെ എന്ത് ചെയ്യപ്പെട്ടു? ദൈവം എഴുന്നേറ്റ് ചിതറിച്ചു.
സ്തോത്രം. കൂടിയിരുന്നവരെ എല്ലാം ചിതറിച്ചു. ചിതറിപ്പോയവർ അപ്പോസ്തല പ്രവൃത്തി 8-നകത്തേക്ക് വരുമ്പോൾ ചിതറിപ്പോയപ്പോ എവിടെയെല്ലാം പ്രസംഗിച്ചു? ശമര്യയിലും ചുറ്റുവട്ടത്തുമുള്ളിടത്തുമെല്ലാം ദൈവവചനം പ്രസംഗിച്ചു. തൽഫലമായി എന്ത് സംഭവിച്ചു? അവിടങ്ങളിലെല്ലാം ദൈവസഭ ഉടലെടുത്തു. കെട്ടിക്കിടക്കരുത് കേട്ടോ. ആത്മാവിനെ പ്രാപിച്ചിട്ട് ഒരിടത്ത് ഒതുങ്ങിയിരിക്കരുത്. ദൈവം ചിതറിക്കുന്ന ദൈവമാ. ആമേൻ. എന്റെ ജീവിതത്തിനകത്തെ ചിതറിക്കൽ, ഹല്ലേലൂയ, ആ സെമിനാരിൽ നിന്ന് ഇറങ്ങിയത് എന്റെ ജീവിതത്തിൽ വേദനയായില്ല. ഞാൻ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. എന്റെ സഹോദരന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഞാൻ ദേശത്തെല്ലാം ഇറങ്ങി യേശുവിനെ കൊടുപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പിറ്റേ വർഷം ഞാൻ ഹല്ലേലൂയ ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിൽ പോയിട്ട് എന്റെ വചന പഠനം പൂർത്തീകരിച്ച് അതിന് സമ്മതിക്കത്തില്ല. വീട്ടിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ആമേൻ. ഫെബ്രുവരി 2001 ഫെബ്രുവരി ആമേൻ 10-ാം തീയതി എന്റെ ഗ്രാജുവേഷൻ. 2001 ഏപ്രിൽ 19 എന്റെ കല്യാണം. സ്തോത്രം. എന്റെ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ ഓർത്തോണം. 20 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞു വരുന്ന സമയം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് പഠിക്കണമെന്ന് വളരെ വാഞ്ചയാ, ആഗ്രഹമായിരുന്നു. നടന്നില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ. കല്യാണം കഴിഞ്ഞ് നേരെ ഗോവ, പിന്നെ ആൻഡമാൻസ്. അങ്ങനെ ഗോവ, ആൻഡമാൻസ്, സുനാമിയുടെ സമയത്ത് ആൻഡമാൻസിലുണ്ട്. ആ മായാബന്ദർ, നിംബൂഡറ, ഹല്ലേലൂയ, രംഗം തുടങ്ങിയ സ്ഥലങ്ങളിൽ കർത്തൃവേല ചെയ്യാൻ സഹായിച്ചു. എന്റെ ഹസ്ബൻഡ് ഈ സമയത്തേക്ക് ഹല്ലേലൂയ അദ്ദേഹം BTH കഴിഞ്ഞു, BD കഴിഞ്ഞു, PhD പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു സെമിനാരിയിലെ ഡീൻ ആയിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റ് കളമശ്ശേരിയില് അപ്പോസ്റ്റലിക് സെമിനാരിയിലെ ഡീനും അധ്യാപകനുമായിരിക്കെ അങ്കമാലി ടൗൺ ചർച്ചിലെ പാസ്റ്റർ, അറിയപ്പെടുന്ന പ്രവാചകൻ, സ്തോത്രം, എല്ലാവരാലും സാക്ഷ്യം പ്രാപിച്ച തികഞ്ഞ ദൈവഭയമുള്ള 21-ാം നൂറ്റാണ്ടിലെ ഏലിയാവ് എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന ശുശ്രൂഷക്കാരനും പ്രവാചകനും ഒക്കെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 30 വയസ്സ് കഴിഞ്ഞ് 1 മാസം ഉള്ളപ്പോൾ, എന്റെ മോൾക്ക് 5 വയസ്സും മോന് 10 മാസവും പ്രായമുള്ളപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഈ സെമിനാരിയിൽ പഠിച്ചിട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും സ്തോത്രം മേരിക്കോവൂരൊക്കെ നിന്ന അതേ സ്ഥാനത്താണ് കർത്താവിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നത്. സ്തോത്രം. അപ്പോൾ ഓർക്കണം, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദയിൽ, സ്തോത്രം, ആമേൻ, ഞാൻ പറഞ്ഞല്ലോ പാലിയേക്കര, സ്തോത്രം, എന്റെ സ്ഥലം, എവിടെയെല്ലാം എനിക്ക് കർത്താവിന്റെ സാക്ഷിയാക്കാൻ പറ്റിയോ അവിടെയെല്ലാം സാക്ഷിയായി. അവിടെ നിന്ന് വീണ്ടും ഗോവ, ആൻഡമാൻസ്, ബോംബെ, പൂനെ, കല്യാൺ, സ്തോത്രം, ഒരുപാട് ഇടങ്ങളിൽ ഈ വചനവും എടുത്ത് അനവധി സ്റ്റേറ്റുകളില് കർത്തൃവചനം പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ശുശ്രൂഷയില് വളരെ ശോഭിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കർത്താവിൻ ദാസന്റെ മരണം. സ്തോത്രം. അച്ഛനെ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ക്വാർട്ടേഴ്സ് ഇല്ല, ചർച്ചുകാർക്ക് നമ്മളെ വേണ്ട, എങ്ങനെങ്കിലും താമസിച്ച ക്വാർട്ടേഴ്സിൽ നിറയ്ക്കാൻ മതി. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുടുംബത്തിൽ നിന്ന് ഞാനാണ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നത്. പപ്പ മരിച്ചുപോയി. കൃപയാൽ 2 കുടുംബക്കാരും എന്നെയും കുഞ്ഞുങ്ങളെയും 2 കുടുംബത്തിലും വിളിച്ചില്ല. അതാണ് എന്റെ ജീവിതത്തിന്റെ വിജയം. കാലാളുകളോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടുകൂടി എങ്ങനെ നീ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ ഭയചകിതയായിരുന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ചിലരോടൊക്കെ ദൈവാത്മാവ് വളരെ വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട്, 5 വയസ്സും 10 മാസവും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് കൊല്ലത്തൊരു ഓൾഡ് ഏജ് ഹോമിലോട്ട് ഞാൻ വന്നിട്ട് കമ്പ്യൂട്ടർ TTC പഠിച്ചു. ഒരു സ്തോത്ര ഓഫീസിൽ ജോലിക്ക് കയറി. ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് ഇറങ്ങി ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തു. സ്തോത്രം. ഞങ്ങളുടെ കൂടെ നിന്നവർ ഞങ്ങളെ മറന്നു, സംഘടനകൾ ഞങ്ങളെ മറന്നു, സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ ബാധ്യതയായി. പക്ഷെ ബാധ്യതയ്ക്കൊന്നും എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല, ഞാൻ പോയതുമില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറയുന്നത് ഇളക്കപ്പെരുപ്പത്തിന്റെ ആത്മാവല്ല. സ്തോത്രം. തക്ക കാലത്ത് ഫലം കായ്ക്കാനാ, ഇലവാടാത്ത വൃക്ഷമായിട്ടിരിക്കാനാ. നിന്റെ പ്രതിസന്ധിക്കകത്ത് നിന്നിൽ നിന്ന് വരുന്ന ഫലത്തിൽ നിന്നാ നീ ആരെന്ന് തിരിച്ചറിയുന്നത്.
ഷൈഡാബാന ഹസികന. ഈ 17 വർഷം കൊണ്ട് ഞാൻ ഈ കൊല്ലം ടൗണില് സ്തോത്രം വീടുകൾ മാറി മാറി താമസിക്കുന്നെങ്കിലും ഈ കൊല്ലം ടൗണിൽ എന്റെ കർത്താവിനെ ഉയർത്തിയും മഹത്വപ്പെടുത്തിയും കൊണ്ട് സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിപ്പാൻ അത്യുന്നത ദൈവം എനിക്ക് കൃപ ചെയ്യുന്നു. 10 വർഷം 3ഉം 4ഉം ജോലി ചെയ്ത് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്കറിയാമോ സ്തോത്രം ബൈബിൾ സ്കൂളിന്റെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാത്ത ജോലികളില്ല, കടന്നു പോകാത്ത മേഖലകളില്ല. ഹല്ലേലൂയ. അച്ഛൻ ഉള്ളപ്പോൾ അല്ലെങ്കിൽ എന്റെ സെമിനാരി പഠനത്തിനകത്തൊക്കെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഞാൻ സ്തോത്ര ഹല്ലേലൂയ. അച്ഛനുള്ളപ്പോ പറയും അവൾക്ക് ഹല്ലേലൂയ ഉത്തരവാദിത്വം ഒന്നും അറിയത്തില്ല. ഉള്ള കാര്യം പറയാലോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കളിച്ചു നടന്ന ഒരു ഇനമായിരുന്നു. സ്തോത്രം. കുഞ്ഞായിരുന്നു, എല്ലാവരുടെയും കുഞ്ഞായിരുന്നു. സ്തോത്രം. വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാനുള്ള പ്രാപ്തി ഒന്നുമില്ല. സ്തോത്രം. എന്റെ അമ്മയുണ്ട്, അച്ഛന്റെ അമ്മയുണ്ട്. സ്തോത്ര. ഇടക്കാലത്ത് എന്നെ സഹായിക്കാൻ ചിലരെ അച്ഛൻ ഇങ്ങനെ ഏർപ്പെടുത്തി. സ്തോത്രം. പിന്നെ സെമിനാരിൽ ചെന്നപ്പോ ക്വാർട്ടേഴ്സിൽ നിന്ന് ഫുഡ്, പിന്നെ വേണ്ടുന്ന മീനോ ഇറച്ചിയൊക്കെ അച്ഛൻ തനിയെ വെക്കും. സ്തോത്രം. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഞാൻ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ സ്തോത്രം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചിരുന്ന എന്നെ സ്തോത്രം ഉയരത്തിൽ നിന്നെടുത്ത താഴെയിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. അച്ഛൻ എന്നെ കൈവെള്ളക്കകത്ത് കൊണ്ട് നടന്നെങ്കില് ഞാൻ ഇപ്പൊ കിടക്കുന്നത് പാറക്കെട്ടിനകത്ത. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഷൈഡബനക്കച്ചനെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഞാൻ ആ ബൈബിൾ സ്കൂളിൽ ജോലി ചെയ്യുമ്പോ തന്നെ എന്റെ മോള് പഠിക്കാൻ കയറി. മോനെ സ്കൂളിൽ ചേർക്കേണ്ട സമയത്ത് ഞാൻ അന്ന് പോകുന്ന ചർച്ചിലെ പാസ്റ്റർ എടുത്ത് പറഞ്ഞ ഒരു സ്പോൺസറെ ഒപ്പിച്ചു തരുമോ? അദ്ദേഹം ചിരിച്ചുകൊണ്ടങ്ങ് പോയി. ഞാൻ പോയി ദൈവസന്നിധിയിൽ വളരെ നിലവിളിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രൻ നീ ആശ്രയിക്കരുത്. സ്തോത്രം. ഞാൻ അവിടെ നിന്നിറങ്ങി. സ്തോത്രം. ആ ബൈബിൾ സ്കൂളിലെ ജോലിക്കൊപ്പം ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് ജോലി ചെയ്തു. അതിനൊപ്പം ക്ഷേമനിധി ഓഫീസിലെ ഡാറ്റ എൻട്രി വർക്ക് ചെയ്തു. ഒരു മുസ്ലിം ഓഫീസർ ആയിരുന്നു. ആർക്കും സ്തോത്രം അവിടുത്തെ ഡാറ്റാസ് കൊടുക്കാതെ അവിടുത്തെ ബുക്കെല്ലാം വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് ചെയ്യാൻ അദ്ദേഹം ആരും കാണാതെ എനിക്ക് തന്നുവിടും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഞാൻ പറയട്ടെ, ഈ അഭിഷേകമൊക്കെ വ്യാപരിക്കേണ്ടത് പ്രതിസന്ധി ഘട്ടത്തിനകത്താണ്. ഞാൻ ആ ബൈബിൾ സ്കൂളിൽ ജോലി ചെയ്തപ്പോൾ, ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് ജോലി ചെയ്തപ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ക്ഷേമനിധി ഓഫീസിലെ ഡാറ്റ എൻട്രി വർക്ക് ചെയ്തപ്പോൾ, ഞാനൊരു ഹോൾസെയിൽ മെഡിക്കൽ സ്റ്റോറിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഒരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് എടുത്തു കൊടുക്കാൻ നിന്നിട്ടുണ്ട്. സ്തോത്രം. തേരാ പാര ഇങ്ങനെ ഓടി നടക്കുന്ന ഓഫീസ് ബോയ് ഇല്ലേ, അവരെക്കാൾ അധപ്പതിച്ച രീതിയിൽ സ്തോത്രം ഞാൻ വേല എടുത്തിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സാംസങ്ങിന്റെ മൊബൈൽ ഷോറൂമിൽ ജോലി ചെയ്തിട്ട് സ്തോത്രം കുടിച്ചിട്ട് വന്ന് ചിലര് ചീത്ത വിളിച്ച് 2 പ്രാവശ്യം ഞാൻ ബോധം കെട്ട് ആ ഷോറൂമിൽ വീണിട്ടുണ്ട്. സ്തോത്രം. ചീത്ത വിളി കേട്ട് മദ്യത്തിന്റെ ഗന്ധം അടിച്ചിട്ട് 2 പ്രാവശ്യം ഞാൻ ബോധം കെട്ട് വീണു. സ്തോത്രം. ഇതിനിടയ്ക്ക് ഞാൻ എഴുതാത്ത PSC ടെസ്റ്റ് ഇല്ല, റെയിൽവേയുടെ ടെസ്റ്റ് ഇല്ല, BA ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടുള്ള വളരെ ആഗ്രഹം കൊണ്ട് പോയി പഠിച്ചു. ഇന്ന് വരെ ഞാൻ പൂർത്തീകരിച്ചില്ലെങ്കില് സ്തോത്രം ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ കഷ്ടതയുടെ സമയങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളായിരുന്നു. സ്തോത്രം. ഒറ്റയ്ക്ക് ഒരു മുറിക്കകത്ത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറയാൻ പറ്റത്തില്ല. സ്തോത്രം. അതിവേദന അനുഭവിച്ചപ്പോൾ അസാധാരണ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ പിന്നീട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. മുട്ടുമടക്കി ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല, ക്ഷീണം. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഓഫീസിൽ ചെന്ന് ഓരോ വൗച്ചർ എഴുതുമ്പോൾ, ഓരോ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ, ഓരോ ബാങ്കുകളിൽ കയറി ഇറങ്ങി ക്യാഷ് അടയ്ക്കാൻ പോകുമ്പോൾ, സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ, ഞാൻ യേശുപ്പച്ചനോട് ചോദിക്കും, തപ്പച്ച സ്തോത്രം, ഇത് ശരിയാണോ, ഇങ്ങനെ ചെയ്താൽ മതിയോ? ഇങ്ങനെ ചോദിച്ച് ചെയ്തത് നിമിത്തം മറ്റുള്ളവരെല്ലാം എന്നെ കുറിച്ച് പറയും, ഭയങ്കര മിടുക്കിയായ ഒരു പെങ്കൊച്ചാത്. സ്തോത്രം. 27 വയസ്സുള്ള സമയത്തെ കാര്യമാ പറയുന്നത്. ഹല്ലേലൂയ. 27 മുതൽ മുന്നോട്ട് കടന്നുപോയ ഒരു 10 വർഷം, തീക്കകത്തുകൂടെ കടന്നുപോയ വർഷങ്ങൾ, അക്ഷരാർത്ഥത്തിൽ തീയുടെ ചൂടും വേദനയും അനുഭവിച്ച ദിനരാത്രങ്ങൾ. പിന്നീട് ഞാൻ ഒരു കാര്യം അഭ്യസിച്ചു. എന്താണെന്നറിയാമോ? മുട്ടുമടക്കിയുള്ള പ്രാർത്ഥനയ്ക്ക് പകരമായി ഏത് സമയവും എന്റെ ഹൃദയവും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം.
നമ്മൾ ഈ കാലയളവിൽ പരിശീലിക്കേണ്ട. നിങ്ങൾ ചിന്തിക്കണം, എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഏകാഗ്രതയോടെ ദൈവവുമായിട്ട് ബന്ധത്തിൽ നടക്കാൻ കഴിയുന്നു. ഇനി നിങ്ങൾ പറയും ജോലി തടസ്സമാ. ഇല്ല പ്രിയപ്പെട്ടവരെ, നഴ്സിംഗ് പ്രൊഫഷനിനകത്താവട്ടെ, ഏത് പ്രൊഫഷനകത്താകട്ടെ, വളരെ ഏകാഗ്രതയോടെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ചോദിച്ച് ചെയ്യുക. 3000 രൂപ ശമ്പളം കിട്ടുമ്പോൾ കൊണ്ടുവന്ന് യേശുപ്പച്ചന്റെ കൈ കൊടുത്തിട്ട്, യേശുപ്പച്ച ഇന്ന് എത്ര കിലോ അരി മേടിക്കണം, ഞാൻ എന്ത് ചെയ്യണം അപ്പാ, ഞാനൊരു ചെരുപ്പ് മേടിച്ചോട്ടെ, ഞാനൊരു ഉടുപ്പ് മേടിച്ചോട്ടെ. സ്തോത്രം. നിങ്ങൾ ഇന്നൊരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ മൊബൈലും ഡ്രസ്സുകളും എല്ലാം നിങ്ങൾക്ക് തരാൻ ആൾക്കാരുണ്ടല്ലോ, വെറുതെയാ പ്രിയപ്പെട്ടവരെ. സ്തോത്രം, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അധ്വാനിച്ച് കർത്താപ്പച്ച എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കൃപ ചെയ്തു. സ്തോത്രം. സമയം അതിവേഗം മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ വാടകയ്ക്ക് മാറി താമസിച്ചു. ഇന്ന് വരെ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുവാൻ, ഒരിടത്തെയും വാടക കൊടുക്കാനില്ലാതെ ആമേൻ സ്തോത്രം ഞാൻ അപമാനിക്കപ്പെട്ടിട്ടില്ല. അവിടെ സ്വഭാവം മോശമാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുകൊടുത്തിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അടുത്ത വീട്ടുകളിൽ പോയി നഖം വെട്ടിക്കൊടുത്ത് ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്റെ കഷ്ടതയുടെ കഠിന യാതനയുടെ സമയങ്ങളിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ മാസത്തിൽ ഒരു പ്രാവശ്യം പോയി ആരാധന നടത്തുവാൻ, കൊല്ലം ജില്ലാ ജയിലിൽ ലോകം ക്രിമിനൽസ് എന്ന് പറയുന്നവരുടെ ഇടയിൽ പോയി കൗൺസിലിംഗ് കൊടുക്കുവാൻ, അവരുടെ നടുവിൽ യേശുവിനെ ഉയർത്തുവാൻ, സ്തോത്രം, സ്വർഗം എനിക്ക് കൃപ ചെയ്തു. ആമേൻ, ആമേൻ, ആമേൻ. ഈ ചുറ്റുപാടില് എനിക്ക് അധികം വേദികളിൽ എന്താ, യു ആർ എ യങ് വിഡോ. കത്തി കൊണ്ട് കുത്തി കൊന്നാൽ പോലും ഇത്രയും വേദന വരത്തില്ല. എനിക്ക് ആ പദം കേൾക്കുന്നതേ ഭയങ്കര ദേഷ്യവും. ഞാൻ യേശുപ്പച്ചനോട് പറയും, വിധവയാക്കിയതും പോരാ, ഇതെല്ലാം കൂടെ കേൾപ്പിക്കുകയും കൂടെ വേണം. സ്തോത്രം. യേശുപ്പച്ചൻ അറിഞ്ഞല്ലേ വിധവയായത്. സ്തോത്രം. എനിക്ക് ഒരാടടുത്തേ ഉള്ളൂ യുദ്ധം ചെയ്യാൻ, ഒരാടത്തേ ഉള്ളൂ വഴക്കിടാൻ. എന്റെ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും 10ാം ക്ലാസ് വരെ ICSE സ്കൂളിൽ പഠിച്ചു. സ്തോത്രം. ജോലി ചെയ്ത് പഠിപ്പിച്ചു. ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടാൻ സ്വർഗം എന്നെ അനുവദിച്ചില്ല. ജീവനവൽഘടകമന, ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടാതെ ഒരു നേരം ആഹാരം മാത്രം കഴിക്കും. സ്തോത്രം, അമ്മേ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ കേട്ട് പോകാൻ എളുപ്പമായിരിക്കും, മൊത്തം ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഓരോ ദിവസവും ഓരോ പുസ്തകങ്ങൾ എഴുതാനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയും മഹത്വവും എനിക്ക് കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ ഒന്നും സർവശക്തൻ എന്നെ ലജ്ജിപ്പിച്ചില്ല. എന്റെ മോൾ ഇന്ന് മെഡിസിൻ സെക്കൻഡ് ഇയറിൽ ദുബായിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എന്റെ മോൻ സ്തോത്രം +2 ഇപ്രാവശ്യം +2 കയറി. ആമേൻ. ഈ കുഞ്ഞുങ്ങളെ പഠിച്ചിരിക്കുന്നത് അവൻ ICSE +1 +2 CBSE. സ്തോത്രം. ഞാനത് പറയാതിരുന്നാൽ ദൈവത്തോടുള്ള നന്ദി കേടാക്കും. ശംധനാചകന. ഞാൻ വിചാരിച്ച എന്റെ ശുശ്രൂഷ തീർന്നു, എന്റെ ജീവിതം തീർന്നു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഞാനൊരു ബിഗ് സീറോ ആയി. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ 2018 വരെയും ഇത്ര കഷ്ടതയുണ്ടെങ്കിലും ഞാൻ വലിയൊരു വെളിച്ചമായിരുന്നു ഈ ദേശത്തിന്, എന്റെ സഭകൾക്കകത്ത്. സ്തോത്രം. ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, മരിക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല. സ്തോത്രം. പക്ഷെ 2018 ആയപ്പോൾ ദൈവം എന്നെ വലിച്ചെറിയുന്നത് പോലെ ദുബായിലേക്ക് വലിച്ചെറിഞ്ഞു. അനവധി തവണ ദുബായ്, മസ്കറ്റ്, കുവൈറ്റ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. ഈ ലോകം പറയുന്ന ഈ യങ് വിഡോയ,
ലോകം പറയും നീ മച്ചിയ, ലോകം പറയും നിനക്ക് കഴിവില്ല, ലോകം പലതും പറയും. എന്നാൽ ക്രിസ്തുവിൽ നീ ആരാ? ക്രിസ്തുവിൽ നീ എന്താ? ക്രിസ്തു നിന്നെ എവിടെ ആക്കിയിരിക്കുന്നത്? ഈ തിരിച്ചറിവാ എന്നെ പുറത്തു കൊണ്ടുവന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ഒരു തിരഞ്ഞെടുപ്പുള്ളത്. ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ തിരഞ്ഞെടുത്തത്. നിങ്ങൾ ഇന്നത് ചെയ്യണമെന്നുള്ളത് ദൈവിക തിരഞ്ഞെടുപ്പും നിയോഗവുമാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ നടുവിലിരുന്ന് വചനം സംസാരിക്കണമെന്നുള്ളത് ദൈവിക നിയോഗമാ. എനിക്ക് ഈ വചനത്തോട് സത്യം പറയാല്ലേ, എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ എന്റെ ശുശ്രൂഷയോട്, ദൈവത്തോട് 100% നീതി പുലർത്തിക്കൊണ്ടാ ഇന്ന് രാത്രി സമയം ഞാൻ എന്റെ ജീവിതാനുഭവങ്ങളെ നിങ്ങളോട് വിവരിക്കുന്നത്. ശംധാരഭവനഗതിന ഹസ്തജകനക. ഹല്ലേലൂയ. ആമേൻ. എന്നെ കുറിച്ച് വലിയൊരു പ്രവാചകി എന്നൊക്കെ പറയുമെങ്കിലും ആമേൻ, സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്നത്, കർത്താവേ, എനിക്ക് വചനം വിളിച്ചു പറയണം, അനേകരെ ശക്തിയോടെ പുറത്തു കൊണ്ടുവരണം, ആരും കുടുങ്ങിക്കിടപ്പാൻ ഇടയാകരുത്. ഒന്നുകൂടെ പറയാം, ചില മുള്ളിൻ കുരുക്കിനകത്ത് കുരുങ്ങിപ്പോയത് കൊണ്ടാ 100 ആടുകൾ ഉള്ളതിൽ 99 വിട്ടിട്ട് ആ ഒരെണ്ണത്തിന്റെ പിറകെ വന്നു നിന്നെ ആ കുരുക്കുകളിൽ നിന്ന് പുറത്തിറക്കി യജമാനനെ നല്ല ഇടയൻ എന്ത് ചെയ്യാ, തോളോട് ചേർത്ത് തലോടി ആശ്വസിപ്പിച്ച് നിന്നെ ഒന്ന് കുളിപ്പിച്ച് നിന്നെ ഒന്ന് തട്ടി, നിന്റെ കഷ്ടതയുടെ നടുവിൽ ഈ ആശ്വാസം അനുഭവിക്കുന്നുണ്ടോ? അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണോ ഞങ്ങളുടെ കഷ്ടങ്ങളിലും എല്ലാം എന്ത് ചെയ്തു, ക്രിസ്തുവിന്റെ ആശ്വാസം ഞങ്ങളുടെ മേൽ പെരുകുന്നു. ചില മുള്ളിൻ കുരുക്കുകൾ എന്തിനാന്നറിയാമോ? ആ ഇടയന്റെ തലോടലുകൾ അനുഭവിക്കാനാ. കർത്താവിന്റെ ദാസൻ നിത്യതയിൽ ചേർന്നിട്ട് 17 വർഷമായി. സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന തന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് നല്ല വചനത്തോട് നീതി പുലർത്തിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമി നീരുറവ. സിസ്റ്റർ, ഇച്ചിരി സമയം ഒന്ന് പോയി, കുഴപ്പമുണ്ടോ? ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്തിക്കോളാം. സ്തോത്രം. ഒരു സാക്ഷ്യം പറയാന്, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന തന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കുമ്പോൾ ഒട്ടക പക്ഷികളും കാട്ടുകുറുക്കന്മാരും ബഹുമാനിക്കും. സ്തോത്രം. ഞാൻ ഇച്ചിരി മുമ്പ് എന്റെ മോള് മെഡിസിൻ MBBS സെക്കൻഡ് ഇയർ പഠിക്കുന്നെന്ന് പറഞ്ഞു. സ്തോത്രം. ചിലർക്കൊക്കെ എന്റെ സാക്ഷ്യം അറിയാം. പക്ഷെ ഞാൻ പറയട്ടെ, ഈ കുഞ്ഞിനോട് ദൈവാത്മാവ് എപ്പോഴും പറയും, ഞാൻ നിന്നെ മിഷണറി ഡോക്ടർ ആക്കും. എന്റെ ഉള്ളിൽ എപ്പോഴും വിഷമമുണ്ട്. അച്ഛൻ PhD ചെയ്യുമ്പോഴാണ് നിത്യതയിൽ ചേർന്നത്. അച്ഛന്റെ പഠന ശേഷം ഞാൻ പഠിക്കണമെന്നുള്ള ചിന്തയിൽ ഇരിക്കുക. എന്റെ പഠനം മാത്രം എന്നും അങ്ങും ഇങ്ങും എത്തിയിട്ടില്ല. ആമേൻ. സ്തോത്രം. ഈ കുഞ്ഞ് നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അവള് ICSE സിലബസിന്റെ കൂടെ കേരള CBSE പുസ്തകങ്ങളും കൂടെ പഠിക്കും. 10ാം ക്ലാസ്സിൽ എക്സാം എഴുതുമ്പോഴാ ഞാൻ ദുബായ് കുവൈറ്റ് എല്ലാം പോകുന്നത്. ഈ കുഞ്ഞ് വീട്ടിലെ ജോലി ചെയ്യണം, ട്യൂഷൻ ഇല്ല. സ്തോത്രം. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത അമ്മയാണ് കൂടെ ഉള്ളത്. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ വന്നപ്പോ കാണുന്നത്, ICSE പഠിക്കുന്ന കുഞ്ഞ് CBSEയുടെ പുസ്തകങ്ങളും കേരളയുടെ സിലബസും ഒന്നിച്ചിരുന്ന് പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നു. ICSEയുടെ എക്സാം ഞാൻ ചോദിച്ച, മോളെ നീ എന്ത് പൊട്ടത്തരവായി കാണിക്കുന്നത്? അവൾ എന്നോട് പറഞ്ഞേ, എനിക്ക് മെഡിസിന് പഠിക്കണം, അമ്മ എന്നെ പഠിപ്പിക്കും, അമ്മയുടെ ഈ ക്യാഷ് ഉണ്ടോ? ഞാൻ ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. സ്തോത്രം. അവൾക്ക് 91.6% മാർക്ക് ICSEക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയാം, അവൾ ഈ 2 പുസ്തകങ്ങളൂടെ പഠിക്കാതെ ICSE മാത്രം ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു റിസൾട്ട് ആ കുഞ്ഞിന് കിട്ടുമായിരുന്നു. സ്തോത്രം. അവള് നീറ്റ് എഴുതി കിട്ടിയില്ല. അമ്മേൻ. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോളെ പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ എനിക്ക് ഒന്നുമില്ല. എഴുതാത്ത അവളെ കൊണ്ട് എല്ലാ എഞ്ചിനീയറിംഗിന്റെ ടെസ്റ്റുകള് ആർക്കിടെക്റ്റിന് കിട്ടി, CMC വെല്ലൂരിലെ നഴ്സിംഗിന് കിട്ടി. ഇമ്മാനുവൽ മിനിസ്ട്രീസിലെ പ്രാർത്ഥനയ്ക്ക് വരുന്ന സഹോദരിമാർ എപ്പോഴും എന്നോട് പറയും, ആ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് ടെൻഷൻ അടിപ്പിക്കാതെ. സ്തോത്രം. പക്ഷെ ഞാൻ കൊണ്ടു നടന്ന എല്ലാ എക്സാമുകളും എഴുതിക്കും. സ്തോത്രം. അവസാനം CMC വെല്ലൂരിലെ നഴ്സിംഗിന് കിട്ടിയപ്പോ അവള് പറഞ്ഞ്, മതി അമ്മ, ഞാൻ പൊയ്ക്കോളാം. കരഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞെന്നോട് പറഞ്ഞു. സ്തോത്രം. പക്ഷെ ഞങ്ങൾ മാറിയിരുന്ന് കരയുകയാ, രണ്ടുപേരും കരയുകയാ. CMC വെല്ലൂരിൽ ഓപ്പൺ സീറ്റ് 12 സീറ്റേ ഉള്ളൂ നഴ്സിംഗിന്. അതിനകത്ത് ടോപ്പർ ആയിരുന്നു അനുമോള്. സ്തോത്രം. അവളുടെ പേര് അനുഗ്രഹ എന്ന. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം.
ഞാൻ നഴ്സിങ്ങിന് വിടാനായിട്ട് എല്ലാം ക്രമീകരിച്ചിട്ട് വെല്ലൂര് പോണമല്ലോ, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു, എല്ലാം ക്രമീകരിച്ചു. ടിക്കറ്റ് എടുക്കുക. മണക്കാലയിലെ KM മാത്യു സാറും മോനും കൂടെ, സ്തോത്രം, സാറിന്റെ മോൾ അവിടെയാണ് നഴ്സിംഗ് പഠിച്ചത്. അപ്പൊ ഞാൻ മോളെയും കൊണ്ട് പോണ്ടത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോണമല്ലോ. സാറും എനിക്കുള്ള താമസ സൗകര്യം ക്രമീകരിച്ചു. എന്നിട്ട് സാറും മോനും കൂടെ ടിക്കറ്റ് എടുക്കുക. 3 പ്രാവശ്യം ക്യാഷ് കട്ടായി, ടിക്കറ്റ് കിട്ടുന്നില്ല. ഈ സമയത്ത് ഞാൻ ആ വാടക വീട്ടിനകത്ത്, അതൊന്നും പറയാതിരിക്കാനാ എനിക്ക് ഏറ്റവും ഇഷ്ടം. അസാധാരണ 2021 കാര്യം ഞാൻ ഈ പറയുന്നത്. വേദന അനുഭവിക്കുന്ന ജീവിത കാലയളവ്. ഈ കുഞ്ഞിന്റെ വിഷമം കാണാൻ കഴിയാതെ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് നിലവിളിക്കുക. ഈ സമയത്ത് സാർ എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് മോളെ നീ ഒരു തീരുമാനം എടുത്താൽ മതി. അന്ന് രാത്രി എങ്ങനെ മയങ്ങിയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു അർദ്ധരാത്രിക്ക് ഞാൻ ചാടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ബൈബിൾ വായിക്കാൻ തുടങ്ങി, പറ്റുന്നില്ല. അപ്പോൾ ഇമ്മാനുവൽ മിനിസ്റ്റേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പില് കുവൈറ്റിലുള്ള ഒരു സഹോദരി ഇരുന്ന് പാട്ട് പാടുക, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ. ഞാനും അവിടെ ഇരുന്ന് പാടാൻ തുടങ്ങി, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ. കരയാൻ ശേഷിയില്ല. പെട്ടെന്ന് എനിക്കൊരു കോള് വരിക. സ്തോത്രം. ഞാൻ നോക്കിയപ്പോ ഈ 4:15, വെളുപ്പിന് 4:15 ആരും വിളിക്കാനാ. കഴിഞ്ഞ ദിവസം ഞാനൊരു ദേവദാസനെ വിളിച്ചു. KM മാത്യു സാറ് പറഞ്ഞതനുസരിച്ച് ആലോചന ചോദിക്കാൻ വിളിച്ചതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞായറാഴ്ച വിളിക്കാം, ഇപ്പൊ ഡ്രൈവ് ചെയ്യുക. ഞാൻ ആ നമ്പർ സേവ് ചെയ്തില്ല. സ്തോത്രം. പക്ഷെ 4:15 ആയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാ, കണ്ണുനീരോടുകൂടെ അദ്ദേഹം എന്നോട് ദൂത് പറഞ്ഞു, കുഞ്ഞിനെ മെഡിസിന് വിടണം, കുഞ്ഞിനെ മെഡിസിന് വിടണം. ആമേൻ. നിങ്ങളൊരു അഭിഷിക്ത കുടുംബമാ. പിതാവിനോടുള്ള നീതി ആ കുഞ്ഞിന്റെ മേൽ ദൈവത്തിന് വെളിപ്പെടുവാനുണ്ട്. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞാണെങ്കിലും അതിനെ മെഡിസിന് വിടണം. ഞാൻ ഈ ആലോചനയെല്ലാം കേട്ടു. ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. ഒരു 6:45, 7 മണിയായപ്പോ എനിക്ക് ഉക്രൈനിൽ നിന്ന് ഒരു കോൾ വരികയാ. ഞാൻ മസ്കറ്റിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ചില ദേവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് ഉക്രൈനിൽ MBBS വിട്ടു. അതിലെ ഒരു മോൾ എന്നെ വിളിച്ചിട്ട് പറയാ, ചേച്ചി അനുഗ്രഹ മോളെ, നഴ്സിംഗിന് വിടരുത്, മെഡിസിന് തന്നെ വിടണം. 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അഡ്മിഷനും വിസ എല്ലാം എടുക്കാം. ഞാൻ ആ കുഞ്ഞിനോട് ഒന്നും പറഞ്ഞില്ല. ഇമ്മാനുവൽ മിനിസ്ട്രീസിൽ എല്ലാ ദിവസവും പ്രെയർ ഉള്ളത് കൊണ്ട് 11:30 കഴിഞ്ഞ് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വിഷയം എന്റെ സഹോദരന്മാരോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരിക, 1 lakh rupees debited to your account. ഞാൻ നോക്കി, കണ്ണൊക്കെ തിരുമ്മി നോക്കി. സാധാരണ ഞാൻ ഈ കുവൈറ്റിലെ ദുബൈയിലൊക്കെ ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ. ഈ ഒരു പൂജ്യത്തിന്റെ കൂടുതലാണോ 10,000 രൂപയാണോ എന്ന് അറിയാനായിട്ട് ഞാൻ മോളെ കൂടെ ഒക്കെ വിളിച്ചു. ഇപ്പൊ 1 ലക്ഷം രൂപയാ. 2020 ഞാൻ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ എന്റെ കയ്യിൽ നിന്ന് അക്കൗണ്ട് നമ്പർ മേടിച്ച ഒരാന്റി, അവരെ അയച്ചെന്നൊന്നും എനിക്ക് അറിയത്തില്ല. സ്തോത്രം. പിറ്റേന്ന് രാവിലെ വീണ്ടും എന്റെ ഫോൺ മെസ്സേജ് വരിക, 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ്. അപ്പൊ 2 ലക്ഷമായി. അതെവിടെ നിന്ന് ചോദിച്ചാൽ, കുവൈറ്റിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അന്ന് ആലോചന പറഞ്ഞിട്ട് തിരിച്ചു വന്നവർ കുടുംബമായി UK പോയി. അതിനോടുള്ള സന്തോഷം അവരെനിക്ക് പങ്കുവെക്കുക, 1 ലക്ഷം രൂപ. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അന്ന് ചെയ്തതേ ഉള്ളൂ, മുന്നും ചെയ്തിട്ടില്ല, പിന്നെ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒറ്റയാഴ്ച കൊണ്ട് 8 ലക്ഷം രൂപ. ആമേൻ. സർവശക്തൻ. ഞാൻ ആരോടും ചോദിച്ചില്ല. സ്തോത്രം. ഞാൻ ആരോടും ആവശ്യപ്പെട്ടില്ല. ദൈവമാർക്കും കടക്കാരനല്ല. പക്ഷെ ഞാൻ ഒരു ദിവസം നിലവിളിച്ചു. ആ ഗോവയിലെ ആ ചേരിക്കകത്ത് കിടന്ന്, ആമേൻ, സ്തോത്രം, എന്റെ മോളെ പ്രഗ്നന്റ് ആയിട്ട്, ആമേൻ, ആ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെന്ന ആ ഒരു ദിവസം സ്വർഗമൊന്ന് ഓർക്കണേന്ന്. ആമേൻ. ഞാനിത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇമ്മാനുവൽ മിനിസ്ട്രീസിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ജ്യോതി ആന്റിയുടെ കസിൻ അവിടെ ഉക്രൈനിൽ പഠിച്ചിട്ടുണ്ട്. ആ കസിൻ ത്രൂ ഏജന്റ് ഫീസ് ഇല്ലാതെ എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കാനിടയായി തീർന്നു. കുഞ്ഞിനെ വിടാനിടയായി തീർന്നു. ഒറ്റയാഴ്ച കൊണ്ട് മോള് മെഡിസിൻ പഠിക്കാൻ അവൻ ഉക്രൈനിൽ പോയി. എല്ലാവരും 13 ലക്ഷം രൂപ കൊടുത്തപ്പോ ഞാൻ അവർക്ക് കൊടുത്തത് 5 ലക്ഷം രൂപയാണ്. സ്തോത്രം.
ഹല്ലേലൂയ. എല്ലാം കൂടെ 8 ലക്ഷം രൂപ ചെലവായി. സ്തോത്രം. 3-ാം മാസമാണ് യുദ്ധം. സ്തോത്രം. മനസ്സിലായോ? ഉക്രൈൻ റഷ്യ യുദ്ധം. സ്തോത്രം. 3-ാം മാസം. അതിനെക്കുറിച്ചൊക്കെ പറയാൻ വയ്യ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഞാൻ നെടുമ്പാട് വീണ് നിലവിളിക്കാൻ തുടങ്ങി. ബന്ധുക്കള്, ചാർച്ചക്കാര്, ചർച്ചുകാരെല്ലാം ആക്ഷേപിക്കാൻ തുടങ്ങി. അവള് വലിയ കൊമ്പ് നോക്കിപ്പോയി. പരസ്യമായിട്ട് ആക്ഷേപിച്ചു. ഞങ്ങളുടെ കർത്താവിന്റെ ദാസനും കുടുംബം ഒന്നും വന്ന് പ്രാർത്ഥിച്ചില്ല. ആലയത്തിനകത്ത് പോലും പ്രാർത്ഥിക്കാൻ അവര് വിസമ്മതിച്ചു. ഞാൻ ഉള്ള കാര്യമായി പറയുന്നത്. പക്ഷേ ഞാനിവിടെ കിടന്ന് നെടുമ്പാട് നിലവിളിക്കാൻ തുടങ്ങി. ഈ മോശ അഹറോനും ഒക്കെ നെടുമ്പാട് വീണ് നിലവിളിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, അവിടെ തലമുടി നാരിന് പോലും ദോഷം വരാതെ ഞാൻ അവളെ കൊണ്ടുവരും. സ്തോത്രം. എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ താമസിച്ചത് അവരുടെ ഹോട്ടലിന്റെ താഴെ ഒരു സുരക്ഷിതമില്ലാത്ത ഇടത്താ. ആമേൻ. അവിടെ കോളേജിലെ ആ കാർക്കീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു മോന അന്ന് മരിച്ചത്. സ്തോത്രം. തൊട്ടു മുന്നിലത്തെ ബിൽഡിംഗ് ഒക്കെ നിന്ന് കത്തുമ്പോൾ, തൊട്ടു മുന്നില് മിസൈല് വീണിട്ട് പൊട്ടാതെ അവിടെ കിടന്നപ്പോൾ അനുമോൾ ഇപ്പോഴും പറയും, സ്തോത്രം, എന്നെ ഓർത്ത എന്റെ കർത്താവ് അവിടെ വൻ കാര്യങ്ങൾ ചെയ്തത്. ആമേൻ. 6-7 ദിവസം അവരാ ആമേൻ സ്തോത്രം ബങ്കറിനകത്ത് കിടന്നു. റഷ്യ ആമേൻ കാർക്കിവ് ബോംബിട്ട് തകർക്കുമെന്നുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്തപ്പോൾ അവര് ഒരു ദിവസം രാവിലെ കൊടും തണുപ്പാ, മൈനസാണ് അവിടുത്തെ. സ്തോത്രം. അവര് റെയിൽവേയുടെ മെട്രോയുടെ അടിയിൽ കൂടെ സ്തോത്രം നടന്നു. ഒരു ദിവസം ഫുള്ള് നടന്നു. സ്തോത്രം. ഇമ്മാനുവൽ മിനിസ്ട്രീസിലെ അനവധി സഹോദരിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാപ്പകൽ അവരെനിക്ക് കാവലിരുന്നു ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത്. ആമേൻ. അവര് ഹംഗറിയിലെത്തി. ഹംഗറി വഴി നമ്മുടെ മോദിജിയുടെ ഫ്ലൈറ്റിനകത്ത് ബോംബെ വന്ന് ആമേൻ സ്തോത്രം സുരക്ഷിതമായിട്ട് കുഞ്ഞിവിടെ എത്തുവാനിടയായി തീർന്നു. പക്ഷെ ഞാൻ പറയട്ടെ, പോയ അനുഗ്രഹമല്ല തിരിച്ചു വന്നത്, അഭിഷിക്തയായി. ആമേ സ്തോത്രം. പിന്നെ അവള് കാണുന്നത് ദൂതന്മാർ നിൽക്കുന്ന കാഴ്ചയാ. ശത്രു ആമേ പിശാച് എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ട, അമ്മേതാ ഇന്നടത്ത് ഇന്ന ആള് നിപ്പോണ്ട്, മൈൻഡ് ചെയ്യണ്ട, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. സ്തോത്രം. ആമേൻ. മണിക്കൂറുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസംഗിക്കുന്ന, മണിക്കൂറുകൾ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷക്കാരത്തിയായിട്ടാ ആ കുഞ്ഞിനെ ദൈവം എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. ആരും ഒരു ആലോചന പറഞ്ഞു തരാനില്ല. വിളിക്കുന്നവരെല്ലാം കുത്തി പറയാൻ മാത്രം. ഇങ്ങനെ ഇരിക്കുമ്പോൾ അബുദാബിയിൽ നിന്ന് എനിക്കൊരു കോള് വരിക, ഇവിടെ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു 5 സീറ്റ് കൊടുക്കുന്നെന്ന് ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. ഇതാ ലിങ്ക്, വേഗം അപ്ലൈ ചെയ്തു. ഞങ്ങൾ അപ്ലൈ ചെയ്തു. ആമേൻ. 5 സീറ്റിന് 5000 കുട്ടികൾ ആപ്ലിക്കേഷൻസ് അയച്ചു. യൂണിവേഴ്സിറ്റിക്കാര് പറഞ്ഞു ദുബായി ചെന്ന് എക്സാം എഴുതാൻ. സത്യം പറയാലോ, എന്റെ ഈ പൈസ ഒന്നുമില്ല. ഈ സമയത്ത് സ്തോത്രം ഇമ്മാനുവൽ മിനിസ്ട്രീസിലെ ഒരു ഓമനാൻറ്റി ഉണ്ട്. ആൻറ്റിയുടെ മകളുടെ കല്യാണം ദുബായ് മിലനിയ ഹോട്ടലിൽ വെച്ച് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്ക് വരാൻ പറ്റത്തില്ല. ആൻറ്റി എന്നെ കല്യാണം വിളിച്ച് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു ഫോൺ വെച്ച് 3 മണിക്കൂറിനുള്ളിൽ അടുത്ത കോൾ. ഷാർജയിൽ നിന്നൊരു ദേവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു പാസ്റ്റേഴ്സ് ലീഡേഴ്സ് കോൺഫറൻസ് നടക്കുക, പല രാജ്യങ്ങളിലെയും അഭിഷിക്തരുണ്ട്, ദൈവദാസിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. എത്ര ആദരിക്കപ്പെട്ട ഇൻവിറ്റേഷൻ. ഞാൻ ആ ദേവദാസിനോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോടെ കാര്യം പറഞ്ഞു. ഞാൻ വരുന്നില്ല പാസ്റ്ററെ, മനസ്സും വയ്യ, ശരീരവും വയ്യ. സ്തോത്രം. അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 പേർക്കുള്ള വിസ ഇട്ട് തന്നു. അടുത്തത് ടിക്കറ്റ് വേണമല്ലോ. ഞാൻ കുവൈറ്റ് ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ പരിചയപ്പെട്ട ഗോവക്കാരി സഹോദരി. എനിക്ക് നല്ലോണം ഇംഗ്ലീഷും അറിയത്തില്ല, ഹിന്ദിയും അറിയത്തില്ല, അതിന് മലയാളം അറിയത്തില്ല. സ്തോത്രം. ഞങ്ങളുടെ ഉള്ള ഇംഗ്ലീഷും ഹിന്ദിയും വെച്ചിട്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. സ്തോത്രം. പുള്ളിക്കാരി ഞങ്ങൾക്ക് 2 ടിക്കറ്റ് ഇട്ടത്. അടുത്തത് എവിടെ പോയി താമസിക്കും, ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് പോകുന്നതല്ലേ. സ്തോത്രം. അമ്മേ, ഞാൻ ഷാർജയിലെ വർഷിപ്പ് സെന്ററിലെ ഒരു ഫാമിലിക്ക്, മോളെ ഇന്നതുപോലെ ഒരു ആവശ്യമുണ്ട്, ഇന്ന തീയതിയാ. എനിക്ക് വരുന്ന റിപ്ലൈ, ചേച്ചി ചാച്ചൻ 2 ദിവസത്തേക്ക് ലീവ് എടുത്ത് വേഗം കയറിക്കും. ഈ വചനത്തെ
നിങ്ങൾ ഉയർത്തിക്കോ, ദൈവം നമ്മളെ ഉയർത്തും. ഈ വചനത്തെ മാനിച്ചോ, ദൈവം നമ്മളെ മാനിക്കും. സ്തോത്രം. അവിടെ ചെന്ന് എക്സാം എഴുതി. ആ കുഞ്ഞ് കഷ്ടപ്പെട്ടതിന്റെ മറുപടി, അവൾ അവിടെ ടോപ്പറായി. 50 ലക്ഷം രൂപ ഇങ്ങോട്ട് സ്കോളർഷിപ്പ്. സ്തോത്രം. ആദ്യത്തെ സീറ്റ് അനുഗ്രഹിക്കുക. 3 വർഷം ഫീസ് അടയ്ക്കണ്ട. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത തന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കുമ്പോൾ അനുമോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് 4 സീറ്റും കൂടെ ചിലർക്കൊക്കെ ജാതികളായിട്ടുള്ളവർക്ക് കിട്ടിയെന്ന്. അതുകൊണ്ട് സ്തോത്രം, അവരുടെയും ദാഹം തീർന്നെന്ന്. 1,250 കുട്ടികൾ ഉക്രൈനിലെ ആ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന്. അവരുടെ വിശ്വാസം വർദ്ധിച്ച വഴികളാ ഞാൻ ഈ വചനത്തോട് ചേർത്ത് നിർത്തി നിങ്ങളോട് സാക്ഷ്യം പറയുന്നത്. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന തന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കുമ്പോൾ ഒട്ടകപ്പക്ഷികളും കാട്ടുമൃഗങ്ങളും, അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ ചിലർ കൂടെ അവരുടെ ദാഹം തീരത്തക്കവണ്ണം, അവരുടെ വേദന മാറത്തക്കവണ്ണം, ആമേൻ സ്തോത്രം, എന്റെ കഷ്ടതയുടെ നടുവിൽ നടന്നപ്പോൾ അനേക ഹൈന്ദവരായവർക്ക് നഖം വെട്ടിക്കൊടുത്ത് സുവിശേഷം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു. ഇതാ തിരഞ്ഞെടുപ്പിന്റെ മഹത്വം. സ്തോത്രം. ഇന്ന് രാത്രി സമയം ഞാന് ആമേൻ സ്തോത്രം നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. ദൈവ മുമ്പാകെ നിഷ്കളങ്കതയോടെ നടക്കുക. രഹസ്യ ജീവിതം വിശുദ്ധമായിരിക്കുക. ഏത് സമയവും ഹൃദയവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പോവുക. റോമാലേഖനം 8:26 വായിക്കുന്നു. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നാം എവണ്ണം പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ അറിയാതിരിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം ആത്മാവ് എന്ത് ചെയ്യും? പക്ഷപാതം ചെയ്യും. വിശുദ്ധന്മാർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയും. നിങ്ങളെ പരിശോധിക്കുന്നവൻ ഒരുവനുണ്ട്. നിങ്ങളുടെ പാസ്റ്റർ അല്ല, അമ്മയല്ല, അപ്പനല്ല. വീണ്ടെടുപ്പ് നാളിനായി നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ. ആ ഭയത്തോടെ വേണം നമ്മുടെ പ്രവാസകാലം, നമ്മുടെ ദൈനംദിന ജീവിതം കഴിക്കാൻ. ഇന്ന് രാത്രി സമയം ആ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കി. ഹല്ലേലൂയ. ദൈവം നമ്മുടെ അവസ്ഥ മാറ്റും, സ്ഥിതി മാറ്റും. അപ്പോൾ നമുക്കുള്ളവരെല്ലാം സന്തോഷിക്കും, നമ്മുടെ കൂടെയുള്ളവർ ആനന്ദിക്കും. ഇത് മനസ്സിലാക്കി നമുക്ക് ദൈവകൃപയെ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ